ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ടാണ് ഇത്. കർക്കിടകം 22 പൂരാടം നക്ഷത്ര ദിനം. ഇന്നത്തെ രാഹുകാല സമയം ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെ. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലി ദിനസംഖ്യ വരുന്നത് 18,72,429ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വർഗാരോഹണം ദിവസം മുതൽക്ക് എണ്ണിയാൽ ഇന്ന് ഈ ദിവസം കിട്ടും. മലയാളത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1200 ആണ്ട് കർക്കിടക മാസം 22 തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 16 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഓഗസ്റ്റ് മാസം 7 തീയതിയാണ്. ശുക്ലപക്ഷമാണ്. ശുക്ലപക്ഷത്തിലെ ത്രയോദശി തിഥി വരെയാണ്. ഉച്ചയ്ക്ക് 2:28 വരെയുള്ള സമയത്താണ് ത്രയോദശി തിഥി. കരണം വരുന്നത് കഴുതകരണമാണ്. അതും ഉച്ചയ്ക്ക് 2:28 വരെയാണ്. നിത്യയോഗം വിഷ്കംഭ നാമ നിത്യയോഗമാണ്. 6:42 വരെ മാത്രമാണ് വിഷ്കംഭ നാമ നിത്യയോഗം വരുന്നത്. ഇന്ന് നാള് അതായത് നക്ഷത്രം വരുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം 2:01 വരെയുള്ള സമയത്ത് ആണ് പൂരാടം നക്ഷത്രമുള്ളത്. ഞാറ്റുവേല ആയില്യം ഞാറ്റുവേല തന്നെയാണ്. ദിവസം വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:10:23 ഉദയം സംഭവിക്കുന്നു. അസ്തമയം 6:40:57 അസ്തമയം സംഭവിക്കുന്നു. മധ്യ കേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 22:34 ദിനമാനത്തിലും ക്രമേണ കുറവുകൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ദിവസേന 20 സെക്കൻഡോളം കുറയുന്നതായിട്ട് നമുക്കത് കാണാവുന്നതാണ്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 2:02 തുടങ്ങി 3:35 വരെയുള്ള സമയത്താണ്. ഗുളികകാലം രാവിലെ 9:24 മുതൽക്ക് 10:56 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് 6:18 മുതൽക്ക് തുടങ്ങി 7:51 വരെയുള്ള സമയത്താണ്. രാഹു ഗുളിക യമകണ്ഠക കാലങ്ങൾ പൊതുവെ വർജ്യങ്ങളായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ഇടവക്കൂറുകാർക്കാണ്. കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല. പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, പ്രധാനപ്പെട്ട യാത്രകൾ, ഇതൊക്കെയും ഇവർ ഒഴിവാക്കേണ്ടതാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:05 മുതൽക്ക് 12:27 വരെയും തുടർന്ന് 12:31 മുതൽക്ക് 12:53 വരെയുമാണ്. 12:05 മുതൽക്ക് 12:53 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഈ മുഹൂർത്തം മറ്റു മുഹൂർത്തങ്ങളില്ലാതെ വരികയും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ അന്നേ ദിവസം തന്നെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ ഒരു അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യവചനം ഉള്ളതാണ്. പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രം പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു നാളല്ല. ക്രൂര കർമ്മങ്ങൾക്ക്, സാഹസ കർമ്മങ്ങൾക്ക്, അതുപോലെ വിഗ്രഹങ്ങളുടെ സന്ധി ചേർക്കുക, അതുപോലെ വാപി കൂപ തടാകങ്ങൾ, അതായത് കുളം കുഴിക്കുക, കിണർ കുഴിക്കുക, ഈ കൃഷി മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് പൂരാടം നക്ഷത്രം അനുകൂലമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് വർജ്യമാണ്. ത്രയോദശി തിഥി അനുകൂലമാണ്. യാത്ര, അതുപോലെ യുദ്ധം തുടങ്ങുക, ഭൂഷണം, പുതിയ നൂതന ആഭരണങ്ങൾ ധരിക്കുക, വ്രതം മുതലായിട്ടുള്ളവ ഒക്കെയും ഈ ത്രയോദശിക്ക് നടത്താവുന്നതാണ്. ശുക്ലപക്ഷ ത്രയോദശി ആകയാൽ വർജ്യമല്ല. അതേസമയത്ത് കൃഷ്ണപക്ഷത്തിലെ ത്രയോദശിയാണെങ്കിൽ അത് വർജ്യവുമാണ്. ഇത് ശുക്ലപക്ഷത്തിലെ ത്രയോദശി ആയതുകൊണ്ട് ഇതിനൊന്നും വർജ്യവുമല്ല. നമസ്കാരം. നമുക്കിനി വാർത്തകളിലേക്ക് എത്താം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തിൽ രക്ഷാദൌത്യം ഊർജിതം. 12 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. കുടുങ്ങിക്കിടക്കുന്ന മലയാളി സംഘം ഗംഗോത്രിയിലെ ക്യാമ്പിൽ 28 അംഗ സംഘത്തെ എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമം.
അമേരിക്കൻ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭാരതം ദേശീയ താൽപര്യം സംരക്ഷിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. US നടപടി ന്യായീകരിക്കാനാകാത്തത്. പ്രകോപനം തുടർന്ന് ട്രംപ് സെമി കണ്ടക്ടർ ഇറക്കുമതിക്ക് 100% താരിഫ് ചുമത്തുമെന്ന് മുന്നറിയിപ്പ്. കനത്ത മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. ചേർത്തല തിരോധാന കേസുകളിൽ കൂടുതൽ തെളിവ് തേടി ക്രൈംബ്രാഞ്ച്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഇന്നും തെരച്ചിൽ. പ്രതിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം. പരിശോധനയ്ക്ക് അയച്ച അസ്ഥികളുടെ DNA ഫലം കാത്ത് പോലീസ്. ബലാത്സംഗ കേസിൽ വേടന് ഉന്നതരുടെ സംരക്ഷണം. ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ അന്വേഷണം മരവിപ്പിച്ച് പോലീസ്. കൊച്ചിയിൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത വൻ തട്ടിപ്പ്. ഇടുക്കി സ്വദേശി ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന പരാതി. ബദനി ടൂർസ് എന്ന കമ്പനിക്കെതിരെ ആരോപണവുമായി തട്ടിപ്പിനിരയായവർ. ഉത്തരകാശിയിലേക്കാണ്. മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും നാശം വിതച്ച ഉത്തരകാശിയിൽ രക്ഷാദൗത്യം തുടരുന്നു. ഊർജിത തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. 12 ഗ്രാമങ്ങൾ ആകെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. എന്തായാലും 28 അംഗ മലയാളി സംഘം, അത് മുംബൈയിൽ നിന്നും കൊച്ചിയിൽ നിന്നുമുള്ളവർ കുടുങ്ങിയിരുന്നു. അവിടെ ഗംഗോത്രിയിലെ ക്യാമ്പിലാണ് അവർ ഉള്ളത്. സുരക്ഷിതരാണ്. ഇവരെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 190 പേരെയാണ് ഇതിനോടകം രക്ഷപ്പെടുത്താൻ ദൗത്യ സംഘത്തിന് ആയിട്ടുള്ളതും. അതേസമയം ഉത്തരാഖണ്ഡിലെ പൗരിയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായി എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ദുരന്തഭൂമിയിൽ ജനം TV സംഘവുമുണ്ട്. എസ് നന്ദഗോപൻ അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ചേരുന്നു. നന്ദൻ, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചോ? പുലർച്ചെ മുതൽ, അതായത് ഈ വെട്ടം വീണ ആ സമയം മുതൽ തന്നെ NDRFന്റെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തെ NDRFന്റെ മുഴുവൻ സംഘത്തെയും ഈ ധാരാസിയിലെ ദുരന്ത മേഖലയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തിച്ചു. ആദ്യഘട്ടത്തിൽ ഇവരെ റോഡ് മാർഗം എത്തിക്കുക, അല്ലെങ്കിൽ എങ്ങനെ അവിടെ എത്തിക്കുമെന്നുള്ളത് വളരെ വലിയൊരു വെല്ലുവിളിയായിരുന്നു. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഉത്തരകാശിയിൽ നിന്നും ധാരാസിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ഈ പാത പൂർണ്ണമായും ഇടിഞ്ഞിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ ഇതേ സ്ഥലത്ത് നിന്ന് നമ്മൾ ലൈവ് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലത്തെ അവസ്ഥയല്ല. ഇന്നലത്തേക്കാൾ കൂടുതൽ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായി. ഒരു മരം ഇപ്പോൾ ഈ റോഡിലേക്ക് വീണ് കിടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ ഈ സമയത്ത് ഈ മരങ്ങളോ അല്ലെങ്കിൽ മരം റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. റോഡ് ഇന്നലെ ഇത്രമാത്രം തകർന്നിരുന്നില്ല. ഇന്നിപ്പോൾ വളരെ വലിയ രീതിയിൽ തന്നെ റോഡ് തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏതാണ്ട് 20ഓളം ഗ്രാമങ്ങൾ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഈ റോഡ് ഇപ്പോൾ ഇത് BROയുടെ നേതൃത്വത്തിൽ, ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഗ്രിഫ് ടീം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ റോഡിലുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. എന്നിരുന്നാൽ തന്നെയും ഈ റോഡ് അഥവാ ശരിയാക്കിയാൽ തന്നെയും ഇതിന് മുന്നിൽ മറ്റൊരു പാലമുണ്ട്. ആ പാലം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ പാലം കൂടി നന്നാക്കിയാൽ മാത്രമേ, ഈ റോഡും ആ പാലവും കൂടി നന്നാക്കിയാൽ മാത്രമേ റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ കഴിയൂ. അതുവരെ ഹെലികോപ്റ്റർ മാർഗം മാത്രമായിരിക്കും രക്ഷാപ്രവർത്തനം. ഹെലികോപ്റ്റർ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഈ ഫ്ലഡ് നടന്ന, അല്ലെങ്കിൽ മേഘവിസ്ഫോടനം നടന്ന ധരാസിയിലേക്ക് എത്തുവാൻ. ഇന്നലെ ഈ മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഈ സംഭവം ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകുന്നു. അതിനുശേഷം അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഹെലികോപ്റ്ററുകൾക്ക് പറന്നുയരുവാനോ ലാൻഡിങ്ങിനോ ഉള്ള അനുമതി ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ അത്രമാത്രം മോശമായിരുന്നു. അതിശക്തമായ മഴയായിരുന്നു ഇന്നലെ ഏതാണ്ട് ഉച്ച സമയം വരെ നിന്നിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടായി. പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ട് മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് ഹെലികോപ്റ്റർ വഴി NDRF പ്രവർത്തകരെ, NDRF സേനാംഗങ്ങളെ ഈ മേഖലയിലേക്ക് കൂടുതൽ എത്തിക്കാൻ കഴിഞ്ഞത്. NDRFനൊപ്പം തന്നെ ഈ മണ്ണിനടിയിലുള്ള ജീവനുകൾ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ തന്നെ കണ്ടെത്തുവാൻ അതിന് പ്രത്യേക പരിശീലനം ലഭിച്ച നായകളും NDRFനൊപ്പമുണ്ട്. ഇതിനൊപ്പം തന്നെ ഡോപ്ലർ സ്കാനിംഗ് ഉപയോഗിച്ചുകൊണ്ടും സ്കാനിംഗ് നടത്തുമെന്നുള്ളതാണ് NDRF വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ധരാസിയിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് മുഴുവൻ ചെളി മൂടപ്പെട്ട ഒരവസ്ഥയാണ്. ഏതാണ്ട് ഒരു 2 നില വീടിൻ്റെ ആദ്യത്തെ നില മുഴുവൻ ചെളി മൂടുന്ന, അത്രമാത്രം ചെളി മൂടുന്ന ഒരവസ്ഥയാണ്. വലിയൊരു ജലബോംബായിരുന്നു കഴിഞ്ഞ ദിവസം
പൊട്ടിപ്പുറപ്പെട്ടത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം എത്രമാത്രം ഭയാനകമായിരുന്നു ആ സ്ഥിതി എന്നുള്ളത്. ആ മുകളിൽ നിന്നും ഒലിച്ചു വരുന്ന ഈ ഒരു ഗംഗാ നദിയുടെ വെള്ളം നേരെ ഒഴുകി ഈ ഗ്രാമത്തിലേക്ക്, ധരാസിയിലേക്ക് ഒരു ജലബോംബ് പോലെ എത്തുന്നു. ആ ഗ്രാമം പൂർണ്ണമായും വാനിഷ് ആകുന്ന, അല്ലെങ്കിൽ അത് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. പ്രാണരക്ഷാത്രം നിരവധി പേർ ഓടുന്ന കാഴ്ചകളും കാണാമായിരുന്നു. എന്നാൽ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും മരണം ഇപ്പോൾ ഔദ്യോഗികമായി 5 എന്നുള്ളത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. അതേസമയം 50-ലധികം ആൾക്കാരെ മിസ്സിംഗ് ആണ്, അവരെ കാണാനില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ NDRFന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ്. ഇവർ ജീവനോടെ ഉണ്ടാകാമെന്ന് കരുതപ്പെടുന്നില്ല. അങ്ങനെ അവിടെ ഇന്നലെ ഈ ദുരന്ത ഭൂമിയിൽ ധരാസിയിൽ ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും, അതേപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവരെയും ഒറ്റപ്പെട്ടവരെയും ഒക്കെ തന്നെ ഇന്നലെ ആദ്യം പ്രയോറിറ്റി നിശ്ചയിച്ച് ആദ്യം തന്നെ അവരെ ഹെലികോപ്റ്ററിൽ ഈ ഉത്തരകാശി മേഖലയിലേക്ക് എത്തിക്കുകയും ആശുപത്രി മെഡിക്കൽ ആവശ്യമുള്ളവരെ അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും മറ്റുള്ളവരെ ഗവൺമെൻറ് ഷെൽട്ടറിലേക്ക് മാറ്റുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഈ രാവിലെ ഹെലികോപ്റ്റർ സർവീസുകൾ ആരംഭിച്ചില്ല. രാവിലെ ഹെലികോപ്റ്റർ സർവീസ് ആരംഭിച്ചാൽ ഉടൻ തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തകരെ ആ മേഖലയിലേക്ക് എത്തിക്കും. സൈന്യത്തിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. രശ്പുത്ര റൈഫിൾസിനാണ് ഇതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചുമതലയുള്ളത്. സൈന്യത്തിന് പുറമെ NDRF ഉണ്ട്. അതേപോലെ തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ സാന്നിധ്യവും ഈ രക്ഷാപ്രവർത്തനത്തിനുണ്ട്. കൂടാതെ SDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഉത്തരാഖണ്ഡ് പോലീസുമാണ് ഈ രക്ഷാപ്രവർത്തനവുമായി സജീവമായി രംഗത്തെത്തിക്കുന്നത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ക്രോഡീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ആവശ്യമായ മുഴുവൻ സഹായങ്ങളും നൽകാമെന്നായിരുന്നു പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തത്. ആവശ്യമെങ്കിൽ അധിക സൈന്യം അല്ലെങ്കിൽ അധിക ഫോഴ്സിനെ ഇവിടേക്ക് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ളതും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം നിലവിൽ ഇപ്പോഴുള്ള ഫോഴ്സ് പര്യാപ്തമാണ് എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തെരച്ചിൽ ആരംഭിച്ചു. വെളിച്ചം വലിയൊരു പ്രശ്നമായി നിലനിന്നിരുന്നു. ഈ പ്രദേശത്ത് വൈദ്യുതി പൂർണ്ണമായും തകർന്നിരിക്കുന്നു. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല. ഇങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇന്നലെ രാത്രി തന്നെ പ്രത്യേക ജനറേറ്റർ സംവിധാനവും മറ്റും ഈ മേഖലയിലേക്ക് എത്തിച്ച് NDRF ഇന്നലെ രാത്രി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ മേഖലയിലെ ചെളി നീക്കി മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഏതായാലും ഇതുവരെ കൂടുതൽ മൃതദേഹങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. നിലവിൽ 5 മരണം എന്നുള്ളത് തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഈ സെർച്ച് ഓപ്പറേഷനിലൂടെ കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല വീടുകളും മറ്റും പോയ പല ആൾക്കാരും ഇപ്പോഴും ഈ പല മേഖലകളിലായി അതിൻ്റെ ഒരു ട്രോമയിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ട്. അവരെ ഈ മേഖലയിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനൊക്കെ ഉപരി ഈ ദുരന്തമുണ്ടായി മാനസികമായി ഈ ഗ്രാമത്തിലുള്ളവർ പലരും തളർന്നു. അവർക്ക് വേണ്ട മാനസികമായിട്ടുള്ള വേണ്ട ശക്തി നൽകുന്നതിന് അവർക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുകയാണ്. അതേസമയം തന്നെ ഉത്തരാഖണ്ഡിൻ്റെ പല മേഖലകളിലും അതിശക്തമായ മഴ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഋഷികേശിൽ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കണ്ടിരുന്നു. ഋഷികേശിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഗംഗാ നദി കലങ്ങി കുത്തിയൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വലിയ ഒരു ആർത്തലിച്ച് ഗംഗാ നദി ഒഴുകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഭഗീരഥി നദിയും സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ഒരു അലച്ച് ഒഴുകുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ നൽകിയിരിക്കുന്നത്. മഴ പൂർണ്ണമായും മാറിയിട്ടില്ല. അടുത്ത 5 ദിവസം കൂടി മഴ നിൽക്കുന്നു. പ്രത്യേകിച്ച് ഉത്തരകാശി അടക്കമുള്ള മേഖലകൾ, ഉത്തരകാശി അതേപോലെ തന്നെ ഹരിദ്വാർ, അൽമോറ അടക്കമുള്ള ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. ഏതായാലും പ്രവചനങ്ങൾ തെറ്റിച്ച് ഇന്നലെ ഉച്ച മുതൽ മഴ മാറി നിന്നതാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കാരണമായത്. അതേസമയം ഈ ചില മലയാളികൾ ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഓഫീസ് കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാനും കൃത്യമായ അവസരത്തിൽ അവരെ എയർലിഫ്റ്റ് ചെയ്യുവാനും വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രയോറിറ്റി അനുസരിച്ചാണ് എയർലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ സർവീസുകളും മറ്റും ഉപയോഗിക്കുന്നത്. ഈ ദുരന്ത മേഖലയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുക, അതേപോലെ തന്നെ അവിടത്തേക്ക് രക്ഷാപ്രവർത്തകരെ എത്തിക്കുക എന്നതിലാണ് ഇപ്പോൾ മുൻഗണന നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ അവിടെ പരിക്കേറ്റവരെയൊക്കെ തന്നെ അല്ലെങ്കിൽ സുരക്ഷിതരല്ലാത്തവരെയൊക്കെ തന്നെ അവിടെ നിന്നും നേരത്തെ തന്നെ മാറ്റിയിരുന്നു. ഇനിയിപ്പോൾ അവിടെ സുരക്ഷിതരായി തന്നെ നിൽക്കുന്ന ആൾക്കാരെ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ മാറ്റും. ആ പ്രക്രിയയിലൂടെ മലയാളികളും പൂർണ്ണമായും അവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കഴിയുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഓഫീസിൻ്റെ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ നിർണായകമായി എന്ന് വേണം വിലയിരുത്താൻ. ഇപ്പോൾ നിലവിൽ അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ സർവീസുകൾ ആരംഭിക്കുമെന്നും ഇവിടേക്ക്
കൂടുതൽ NDRF സേനാംഗങ്ങളെ എത്തിക്കുമെന്നുള്ളതാണ് NDRFിൻ്റെ ഡെപ്യൂട്ടി കമാൻഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അനു, 12 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയുണ്ട്. ഭയാനകം തന്നെയാണ്, ഭീതിജനകം തന്നെയാണ് ഇപ്പോഴും സാഹചര്യം. എന്തായാലും ഇതിലേക്ക് എത്താം. നന്ദഗോപൻ തുടരുക. ഇടവേള അനിവാര്യമാണ്. വേഗത്തിൽ മടങ്ങിയെത്താം. ഒരു മികച്ച വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോമാണ്. Download Irava Matrimony app. Warrior Shirts and Maurya Vastra Ethnic Collections. Warrior for the warriors of life. ഉടയ്ക്കണ്ട, ചിരകണ്ട, പേടിയണ്ട. തേങ്ങാപ്പാൽ is now easy. Tasty Nibbles coconut milk powder and coconut milk. Order now. ഉത്തരകാശിയിലേക്കാണ് വീണ്ടും നന്ദഗോപൻ തുടരുന്നുണ്ട്. നന്ദൻ, ഈ 100-ലധികം പേരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട്. ഇവരൊക്കെ മണ്ണിനടിയിൽ എന്നുള്ള നിഗമനത്തിൽ തന്നെയാണോ രക്ഷാദൗത്യം ഇപ്പോഴും ഉള്ളത്? പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വകയുണ്ടോ? അനു, അതായത് ഔദ്യോഗികമായി രക്ഷയിരിക്കുന്നത് 50 കാണാനില്ല എന്നാണ്. പക്ഷെ കൂടുതൽ പേർ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആദ്യഘട്ടത്തിൽ 100 പേരെ കാണാനില്ല എന്നുള്ള വിവരങ്ങളായിരുന്നു ലഭ്യമായിരുന്നത്. പിന്നീട് ഈ പ്രദേശവാസികൾ നൽകിയ വിവരങ്ങൾ പ്രകാരം പരിശോധിച്ചപ്പോൾ 50 പേരെ കാണാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ സംഖ്യ ഉണ്ടായിരുന്ന ഈ ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്ന ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും അവിടെ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ മാർഗം അവരെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. അവർക്ക് വൈദ്യസഹായം നൽകിയിട്ടുണ്ട്. വീടില്ലാത്തവരെ മാറ്റി ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അവിടെ ജീവനോടെ അല്ലെങ്കിൽ ജീവൻ്റെ തുടിപ്പുള്ള ആരും തന്നെ അല്ലെങ്കിൽ ഈ ദുരന്തത്തിന് ഇരയായവരാരും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ മണ്ണിനടിയിൽ കൂടുതൽ പേർ ഉണ്ടാകും. അവർ ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ ഏതെങ്കിലും ജീവൻ്റെ തുടിപ്പുള്ളവരെ കണ്ടെത്താനാണ് ഈ NDRF നായയുടെയും അതേപോലെ തന്നെ ഈ ഡോപ്ലർ സ്കാനിങ്ങിൻ്റെയൊക്കെ തന്നെ സഹായം തേടിയിട്ടുള്ളത്. അതുപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും ഈ മണ്ണിനടിയിൽ ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അവരെ എയർലിഫ്റ്റ് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ തയ്യാറാണ്. ഉത്തരാഖണ്ഡ് സർക്കാർ 3 ഹെലികോപ്റ്ററുകൾ വാടകയ്ക്കെടുത്ത് ഇത്തരം സർവീസുകൾ നടത്തുന്നുണ്ട്. കൂടാതെ ഇന്ത്യൻ ആർമിയുടെ സർവീസും ഹെലികോപ്റ്റർ സർവീസും നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ആർമിയുടെ ഈ സർവീസിൽ പ്രത്യേക മെഡിക്കൽ സംഘം കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ആർമി മെഡിക്കൽ കോറിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക മെഡിക്കൽ ടീം സജ്ജമായി തന്നെ നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ആർമി ഹെലികോപ്റ്ററും ഇവിടെ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അതായത് അന്തരീക്ഷമാകെ പ്രക്ഷുബ്ധമാകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് വളരെ ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏതാണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജീവനോടെ ഉണ്ടായിരുന്നവരെയോ അല്ലെങ്കിൽ ജീവനോടെ ഉള്ളവരെയോ മണ്ണിനടിയിൽപ്പെട്ടവരെയൊക്കെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഉള്ളവരെ അല്ലെങ്കിൽ മരണപ്പെട്ടവരെയൊക്കെ തന്നെ ഇപ്പോൾ ഹെലികോപ്റ്ററിൽ മാത്രമേ ഇവിടേക്ക് എത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഒരു വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. ഇനിയും വരും മണിക്കൂറുകളിൽ കാലാവസ്ഥ മോശമാകുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം അടക്കം വലിയ രീതിയിൽ അതിനെ ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്നത്. അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള ഒരു മഴവെള്ള പാച്ചിൽ അവിടേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഈ ഉരുൾപൊട്ടി വന്ന മേഘവിസ്ഫോടനം നടന്ന് ഉരുൾപൊട്ടി വന്ന ആ മേഖലയിൽ കൂടി അതിശക്തമായി വെള്ളം വീണ്ടും ഈ മേഖലയിലേക്ക് ഒലിച്ചിറങ്ങുകയാണ്. അതൊരു വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് ഈ മഴ മാറി നിന്നാൽ മാത്രമേ അവിടുത്തെ ആ വെള്ളം മാറി നിൽക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാത്ത പക്ഷികളും പല ഇരുനില വീടുകളുടെയും ആദ്യത്തെ നില മുഴുവൻ ചെളിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കെട്ടിടങ്ങൾ പലതും ഈ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ പൂർണ്ണമായും ഒലിച്ചു പോവുകയുണ്ടായി. ധരാസിയിലെ ഒരു മാർക്കറ്റ്, ചെറിയൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ. ആ മാർക്കറ്റ് ഇപ്പോൾ അവിടെ കാണാനേ ഇല്ല. മറിച്ച് അവിടെ ഒരു തരിശു ഭൂമി എന്ന നിലയിലാണ് ഇപ്പോൾ അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ സമാനമായ രീതിയിൽ ഈ ഗ്രാമത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഇത്തരം അവസ്ഥകളുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഇവിടെ നിന്ന് ഉത്തരകാശിയിൽ നിന്നും ധരാസിയിലേക്ക് പോകുമ്പോൾ നിരവധി ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ അവർക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ ഈ ഹെലികോപ്റ്റർ സർവീസ്
സർവീസ് വഴി അവിടെ എത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഏതെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ അവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ പലർക്കും പല ആവശ്യങ്ങൾക്കും അടിയന്തര ഘട്ടത്തിൽ പുറത്തേക്ക് പോകണമെങ്കിൽ അവർക്കും ഈ ഹെലികോപ്റ്റർ സർവീസ് ഉപയോഗിക്കാമെന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നേരത്തെ തന്നെ അവിടെ ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേക ഓഫീസർ, ഒരു ഗസറ്റഡ് ഓഫീസറെ ഈ മേഖലയിൽ നിയമിച്ചിട്ടുണ്ട്. അവർക്ക് അദ്ദേഹത്തെ വിവരമറിയിക്കുകയും അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന പക്ഷം ഈ ഹെലികോപ്റ്റർ സർവീസ് മുഖേന അവരെ ആ ഗ്രാമത്തിൽ നിന്നും പുറത്തെത്തിക്കുവാനുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ആ ഗ്രാമവാസികൾ സുരക്ഷിതരാണ്. അവർക്ക് ഇത്തരത്തിൽ അവരെ ബന്ധപ്പെടാൻ അല്ലെങ്കിൽ റോഡ് മാർഗം അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ഈ റോഡ് തകർന്നതിനാൽ തന്നെ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പറയുന്നത് അടുത്ത 3 ദിവസത്തിനുള്ളിൽ, കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്നുള്ളതാണ്. നന്ദ പറഞ്ഞ പോലെ തന്നെ വലിയൊരു കൺസേൺ, വെല്ലുവിളി ഈ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്. ഇന്നും പലയിടത്തും റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ. മാത്രമല്ല നന്ദൻ, ഈ 12 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു എന്നാണല്ലോ. അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ ഇനി തുടർ നടപടികൾ ഇപ്രകാരമായിരിക്കും. അവിടേക്കുള്ള റോഡ് മാർഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ടോ? എന്താണ് അവരുടെ അവസ്ഥ? അതുതന്നെയാണ്. അതായത് ഈ റോഡാണ് അവിടേക്ക് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ റോഡ് പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ കാൽനട മാത്രം ഈ റോഡിൻ്റെ സൈഡിൽ കൂടി ഇപ്പോൾ ചിലർ നടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതേപോലെ റോഡ് മാർഗം നടന്നു വരുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. എങ്കിലും അതും വളരെ ഹൈ റിസ്ക് ആണ് എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് ഈ റോഡ് കൂടുതൽ ഇടിയുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ കണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായി. അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിൻ്റെ വിവിധ മേഖലകളിൽ ഇന്നലെ രാത്രിയിലും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 16 സ്ഥലങ്ങളിൽ ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായി. ഈ ബദരി ഹൈവേ, ഹരിദ്വാറിൽ നിന്നുമുള്ള ബദരി ഹൈവേ പൂർണ്ണമായും തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ മണ്ണ് മാറ്റി ഈ മേഖലയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിയുന്നത് അത് വലിയ വെല്ലുവിളിയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ മണ്ണിടിച്ചിലിൻ്റെ ഒരു ഭയാനകം എത്രമാത്രമാണെന്ന്. ഒരു വലിയ പാറക്കല്ല് ആ റോഡിലേക്ക് വന്ന് പതിച്ചത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് ഇന്നലെ ആ ഒരു പാറക്കല്ല് ഉണ്ടായിരുന്നില്ല. ഈ പാറക്കല്ല് ഇന്നലെ രാത്രിയിൽ മുകളിൽ നിന്നും വന്ന് പതിച്ചതാണ്. ഈ കൂടുതൽ മണ്ണൊന്നും ഈ മേഖലയിലേക്കില്ലായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ ഇവിടെ കാണാൻ കഴിയും. ഈ പൊക്കത്തിലുണ്ടായിരുന്ന റോഡാണ്. ഈ പൊക്കത്തിലുണ്ടായിരുന്ന റോഡ് ഇടിഞ്ഞ് പൂർണ്ണമായും താഴേക്ക് താന്നിരിക്കുകയാണ്. ഏതാണ്ട് ഈ റോഡ് തന്നെ രണ്ടായിട്ട്, ഒരു ഭാഗം മുകളിലേക്കും ഒരു ഭാഗം താഴേക്കും ഇരുത്തുന്ന അവസ്ഥയാണ്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാകും ഈ റോഡിൻ്റെ പൊക്കം എത്രമാത്രമായിരുന്നു എന്ന്. ഇപ്പോൾ ഏതാണ്ട് താഴെക്കൂടെ ഒഴുകുന്ന ആ ഭഗീരഥി നദിക്ക് ഏതാണ്ട് സമാനമായ രീതിയിലേക്ക് ഈ റോഡ് എത്തപ്പെട്ടു എന്നുള്ളതാണ്. ഇനിയും കാലാവസ്ഥ കൂടുതൽ മോശമായാൽ ഒരുപക്ഷെ കൂടുതൽ ഈ ഭാഗങ്ങൾ ഇടിയുവാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇവിടെ നമുക്ക് ഒന്നുകൂടി ക്യാമറമാൻ ഈ ഒരു ദൃശ്യങ്ങളിലേക്ക് വന്നാൽ ഇവിടെ ഈ താഴെ ഇതേപോലെ ഇങ്ങനെ വിണ്ട് കീറിയ വരകൾ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലകൾ അല്പസമയത്തിനകം തന്നെ ഇവിടെയും ഇടിഞ്ഞു പോകുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഈ മേഖലകളിൽ ഇതേപോലെ ഇങ്ങനെ വിണ്ട് കീറിയ വരകൾ ഈ ഭാഗങ്ങളിൽ നമുക്ക് ദൃശ്യമാകും. ഇങ്ങനെ ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ ഈ വിണ്ട് കീറി നിൽക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശമടക്കം ഇവിടെ ഇങ്ങനെ വിണ്ട് കീറി നിൽക്കുകയാണ്. ഇവിടേക്ക് നേരത്തെ ഇവിടെ വരെ വാഹന ഗതാഗതം അനുവദിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്ഥിതി ഇങ്ങനെ ഈ വിണ്ട് കീറി കൂടുതൽ ഭാഗങ്ങൾ ഇടിയുവാനുള്ള ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഇവിടേക്ക് ഇപ്പോൾ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ ഈ ഭാഗം തന്നെ കാണാൻ സാധ്യതയില്ല. ഇത് പൂർണ്ണമായും ഇടിഞ്ഞ് ഈ നദിയിലേക്ക് പോകുവാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇങ്ങനെ ഉത്തരാഖണ്ഡിലെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അതാണ്. ഉത്തരാഖണ്ഡ് ദേവഭൂമിയാണ്, കാണാൻ വളരെ ഭംഗിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകുന്ന സ്ഥലം ഹിമാലയൻ മേഖലകളിൽ ഇത് സാധാരണമാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടം അത് വലിയൊരു ദുരന്തമായിരുന്നു. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുവാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരം ഉരുൾപൊട്ടുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, മേഘവിസ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഇവിടൊക്കെയുള്ള ജനങ്ങൾക്ക് കൃത്യമായ അലേർട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അല്പം കുറച്ചത് ഈ സർക്കാരിൻ്റെ ഒരു മുൻകരുതൽ, ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഒരു മുൻകരുതൽ എന്ന് വേണം വിലയിരുത്താൻ. നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായി ചർച്ച ചെയ്ത് അതിശക്തമായ മഴ വരുന്ന തീയതികൾ കൃത്യമായി ജനങ്ങളെ അറിയിച്ച്
ഇത്തരം കൂടുതൽ ഈ വലിയ പ്രശ്നങ്ങൾ സ്ഥലങ്ങളിൽ നിന്ന് നന്ദഗോപൻ എം പി കൃഷ്ണകുമാർ നിങ്ങൾ രണ്ടുപേരുമാണ് ജനം TV പ്രതിനിധികളായി അവിടെ ഉള്ളത്. സുരക്ഷിതരായി തന്നെ ഇരിക്കുക, സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടനെ മാറുക. എന്തായാലും ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിയിൽ നിന്നുള്ള വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് വരും മണിക്കൂറുകളിലും ഞങ്ങളുടെ പ്രതിനിധികൾ എത്തിക്കും. നമുക്കിനി മറ്റ് പ്രധാന വാർത്തകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇടവേളയ്ക്ക് ശേഷം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. അധിക താരിഫ് ചുമത്തിയ അമേരിക്കൻ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഭാരതം ഉന്നയിച്ചിട്ടുണ്ട്. US നടപടി അനീതിയും ന്യായീകരിക്കാനാകാത്തതുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. പ്രസ്താവനയിലൂടെ ആവർത്തിക്കുന്നതും അതുതന്നെയാണ്. ദേശീയ താൽപര്യം സംരക്ഷിക്കുന്ന നടപടികൾ രാജ്യം കൈക്കൊള്ളും എന്ന് തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഭാരതം എപ്രകാരമാണോ പ്രതികരിച്ചിരുന്നത് അതേ നിലപാടിൽ തന്നെ തുടരുകയാണ്. പുതിയ തീരുവ പ്രഖ്യാപനത്തോടെ US ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ബ്രസീലിനൊപ്പം ഒന്നാമതാണ് ഇപ്പോൾ ഭാരതം. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ജിഷ്ണു, എന്താണ് ഭാരതത്തിന്റെ നിലപാട് ഇപ്പോൾ? എന്തായാലും ദേശീയ താൽപര്യം സംരക്ഷിക്കും ഇതുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, ഈ ട്രംപ് പറഞ്ഞതുപോലെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി മാറ്റാൻ അല്ലെങ്കിൽ നിർത്തലാക്കാൻ ഭാരതം എന്തായാലും മുതിരില്ല എന്ന് വ്യക്തവുമാണ്. അധിക തീരുവ ഏർപ്പെടുത്തിയിട്ടുള്ള അമേരിക്കയുടെ നടപടിയോട് വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള മറുപടിയാണ് ഇപ്പോൾ ഭാരതം നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം ഒന്ന്, അമേരിക്കയുടെ നടപടി അന്യായവും നീതിയില്ലാത്തതുമാണ്. അത് പരിഹരിക്കാൻ തയ്യാറാകണം. ഒപ്പം ആരുമായി ഇത്തരത്തിൽ വ്യാപാരത്തിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വ്യാപാര നിലപാട് മാർക്കറ്റ് അനുസരിച്ചാണ്. മാർക്കറ്റിൻ്റെ വിലയും അതിൻ്റെയും ഉപയോഗപ്പെടുത്താനുള്ള രീതിയും, ഒപ്പം രാജ്യത്തിനകത്ത് ഊർജ്ജ സംരക്ഷണവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഊർജ്ജം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഭാരതം രാജ്യങ്ങളുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നത്. ഒപ്പം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുള്ള മറുപടിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, രാജ്യ താൽപര്യം സംരക്ഷിക്കുന്നതിന് ഏത് നടപടിയും ഭാരതം കൈക്കൊള്ളും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അത് തന്നെയാണ്. ഇന്ത്യ വിൽ ടേക്ക് ഓൾ ആക്ഷൻ നെസസറി ടു പ്രൊട്ടക്ട് ഇറ്റ്സ് നാഷണൽ ഇൻട്രസ്റ്റ്. രാജ്യ താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏത് നടപടിയും ഭാരതം സ്വീകരിക്കും. അതായത് അമേരിക്ക കണ്ണുരുട്ടിയാൽ പേടിക്കുന്നതല്ല പുതിയ ഭാരതം എന്നുള്ളത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ മറുപടിയിലൂടെയും കൂടാതെ രാജ്യം നിലവിൽ സ്വീകരിക്കുന്ന നടപടികളിലൂടെയും വ്യക്തമാക്കുകയാണ്. ആദ്യം അധിക തീരുവയായി 25%, ഇന്നലെ രാത്രി വീണ്ടും 25% തീരുവ വർധനവാണ് ഭാരതത്തിന്മേൽ, ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള ഉത്തരവിൽ ഇന്നലെ രാത്രിയോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയുണ്ടായി. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ആ നടപടിയെ എതിർത്തുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഭാരതത്തിനെതിരെ അധിക തീരുവ ഏർപ്പെടുത്തുന്നത്. അതിൽ വലിയ ചോദ്യങ്ങൾ അമേരിക്ക ഉന്നയിക്കുമ്പോൾ അമേരിക്കയ്ക്കെതിരെ ഭാരതം തിരിച്ചു ചോദിക്കുന്നത്, റഷ്യയിൽ നിന്ന് യുറേനിയവും വളവും മറ്റുൽപ്പന്നങ്ങളും അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നില്ല എന്ന ചോദ്യം ഭാരതം തിരിച്ചുന്നയിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ അമേരിക്കയോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭാരതത്തിൻ്റെ നിലപാട് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യക്തമാണ്, ഒപ്പം ശക്തവുമാണ്. അമേരിക്കയാണെങ്കിലും റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും ഏതൊരു രാജ്യവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഭാരതത്തിൻ്റെ രാജ്യ താൽപ്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അത് സംരക്ഷിച്ചുകൊണ്ട് ഏതൊരു രാജ്യവുമായും സമാധാനത്തിലൂടെ വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിൽ ഭാരതത്തിന് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കണമെങ്കിൽ അത്തരത്തിൽ വില കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഭാരതത്തിന് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ മറ്റൊരു ഓപ്ഷൻ അമേരിക്ക മുൻപോട്ട് വെക്കണം. അതല്ലാതെ ഭാരതവുമായി അല്ലെങ്കിൽ ഏത് രാജ്യവുമായി വ്യാപാരത്തിൽ ഏർപ്പെടണം എന്ന് സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള ശേഷി ഭാരതത്തിനുണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ് രാജ്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള സമവാക്യങ്ങൾ പൂർണ്ണമായും മാറുന്നു എന്നുള്ളത് കൂടിയാണ് ഈ ഒരു സാഹചര്യത്തെ നമുക്ക് വിലയിരുത്തേണ്ടത്. കാരണം മുൻ കാലഘട്ടത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 വർഷം മുൻപാണെങ്കിൽ അമേരിക്ക ഇത്തരത്തിലൊരു തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു നടപടിയും വലിയ രീതിയിലുള്ള വിമർശനവും ഉന്നയിക്കുകയാണെങ്കിൽ അത് മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മറ്റൊരു രാജ്യവുമായി വ്യാപാരത്തിൽ ഏർപ്പെടാനുള്ളൊരു ശേഷി ശക്തി ഭാരതം പോലുള്ള രാജ്യത്തിനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കോ ഇല്ലായിരുന്നു. അമേരിക്ക ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ന് അമേരിക്ക ചൈന അച്ചുതണ്ടിനപ്പുറത്തേക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന
സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം മുൻപോട്ട് പോകുന്നു. ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വിവിധ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മുൻപ് അതിന് പരിഹാരം കണ്ടിരുന്നത്, അതിൽ പരിഹാരം നിർദ്ദേശിച്ചിരുന്നത് അമേരിക്കയായിരുന്നെങ്കിൽ ഇന്ന് പല രാജ്യങ്ങളും ഭാരതത്തിൻ്റെ അഭിപ്രായങ്ങൾ തേടുന്നു, ഭാരതത്തിൻ്റെ നിർദ്ദേശങ്ങൾ തേടുന്നു. അത്തരത്തിലൊരു സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം വളരുമ്പോഴാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനുമേൽ വലിയ നടപടികളാണ് റഷ്യ സ്വീകരിക്കുന്നത്. അപ്പോൾ റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് അവർക്ക് കൂടുതൽ അത് തന്നെ ഇരട്ടത്താപ്പല്ലേ ജിഷ്ണു? നമുക്കറിയാതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള ഊർജ്ജം, അതോടൊപ്പം തന്നെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, ദ്രവീകൃത പ്രകൃതിവാതകം ഒക്കെ ഇറക്കുമതി ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രണ്ടുപേർ, ഒന്ന് അമേരിക്കയും ഒന്ന് യൂറോപ്യൻ യൂണിയനുമാണ്. അപ്പോൾ ഇത്തരം നിലപാടുകൾ ഇരട്ടത്താപ്പ് എന്നത് വ്യക്തം. മറ്റെന്തെങ്കിലും ഉദ്ദേശം ട്രംപിനുണ്ടോ എന്ന് കൂടി പരിശോധിക്കട്ടെ. തീർച്ചയായും അത്തരത്തിലുള്ള നയങ്ങൾ സ്വീകരിക്കാനുള്ള കാരണം എന്താണ് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. കാരണം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തന്നെയാണ് റഷ്യയ്ക്ക് മേൽ നിലവിൽ ഇത്തരത്തിലൊരു ഉപരോധം, യുക്രൈനുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ റഷ്യയ്ക്ക് മേലൊരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തന്നെയാണ്. നേരത്തെ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നും ചില എതിർപ്പുകൾ ഭാരതം ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെയും കൃത്യമായിട്ടുള്ള മറുപടി ഭാരതം നൽകിയിരുന്നു. അതായത് ആരുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടണം, ഭാരതം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്ത് രീതിയിൽ അല്ലെങ്കിൽ മികച്ച രീതിയിൽ വാണിജ്യ വ്യവസായം നടത്താൻ സാധിക്കും എന്നത് പരിശോധിച്ചുകൊണ്ടും മാർക്കറ്റ് പരിശോധിച്ചുകൊണ്ടുമാണ്. അത് സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള ശേഷി ഭാരതത്തിനുണ്ട്. നിലവിൽ അമേരിക്ക ഇത്തരത്തിൽ അധിക തീരുവ ഏർപ്പെടുത്തുമ്പോഴും ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാണ്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ശരി ജിഷ്ണു. പക്ഷേ അതേസമയം പ്രകോപനം തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയാതെ വയ്യ. കാരണം സെമി കണ്ടക്ടർ ഇറക്കുമതിക്ക് 100% താരിഫ് ചുമത്തും എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അടുത്തിടെ വരികയുണ്ടായി. അമേരിക്കയിൽ ഉൽപ്പാദനം നടത്താത്ത സെമി കണ്ടക്ടർ നിർമ്മാതാക്കൾക്കായിരിക്കും ഇത്തരത്തിൽ താരിഫ് ചുമത്തുക. അടുത്ത ആഴ്ചയോടെ ഈ താരിഫ് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലേക്ക് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വൻ ആഘാതം സൃഷ്ടിക്കുന്ന നടപടി കൂടിയാണ് ട്രംപിൻ്റെത്. ഐസൻ ജോസ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഐസൻ. 100% അധിക താരിഫ് ഈ സെമി കണ്ടക്ടർ മേഖലയ്ക്ക് ഏർപ്പെടുത്തുക എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയ ഒരു സൂചന എന്ന് പറയുന്നത് അവിടെ അമേരിക്കയിൽ ഉൽപ്പാദനം നടത്താത്ത സെമി കണ്ടക്ടർ കമ്പനികൾക്കെല്ലാം തന്നെ വൻതോതിൽ അധിക താരിഫ് ചുമത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിൽ ഏതെങ്കിലും സ്ഥാപനം അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുകയോ അല്ലെങ്കിൽ അമേരിക്കയിൽ ഉൽപ്പാദനം നടത്തുകയോ ഉൽപ്പാദനം നടത്താനുള്ള അനുകൂല നിലപാടുകൾ സ്വീകരിച്ച് നടപടികൾ ആരംഭിക്കുകയോ ചെയ്താൽ അവർക്ക് ഈ അധിക താരിഫ് ചുമത്തുന്നത് ബാധകമായിരിക്കില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. തീർച്ചയായും ഇലക്ട്രോണിക് വ്യാപാര രംഗത്തെ ഒരു ശക്തിയാകാനുള്ള അല്ലെങ്കിൽ ഉത്പാദന രംഗത്തെ ഒരു ശക്തിയാകാനുള്ള നീക്കം ലോകത്തെ എല്ലാ രാജ്യങ്ങളും നടത്തുന്നു. ഭാവിയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തെ കൃത്യമായും ലക്ഷ്യം വെച്ചുള്ള രാജ്യങ്ങളുടെ നീക്കത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നിലപാട് കൂടിയാണത്. അതേസമയം ട്രംപ് ഉദ്ദേശിക്കുന്നത് ട്രംപിന്റെ ആഭ്യന്തര ഉത്പാദനം അവിടെ അമേരിക്കയിൽ ഉയർത്തുക എന്ന ലക്ഷ്യം കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അധിക താരിഫ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച്, അതായത് ഇലക്ട്രോണിക് ഗുഡ്സിനും അതുപോലെ തന്നെ ഇന്നലെ ഉൾപ്പെടുത്തിയ പല നികുതികളിലും ഇലക്ട്രോണിക് ഗുഡ്സ് ഉൾപ്പെടുന്നുണ്ടെങ്കിലും സെമി കണ്ടക്ടർ അധിഷ്ഠിത വ്യവസായത്തിന്റെ നികുതി അധിക താരിഫ് ഉയർത്തുന്നത് അമേരിക്കയിൽ ഉത്പാദനം നടത്താത്ത കമ്പനികൾക്ക് 100% എന്ന താരിഫ് ഏർപ്പെടുത്തുന്നു എന്നതാണ്. ഇത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഭാവിയിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യവസായ സാധ്യതകളെ കൃത്യമായും പ്രയോജനപ്പെടുത്താനുള്ള ലോകരാഷ്ട്രത്തിന്റെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നീക്കമാണ് ഇതുവഴി ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ വാർത്തയിലേക്കും വിശകലനങ്ങളിലേക്കും തന്നെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ച 25% താരിഫ് ഇന്ന് നിലവിൽ വരികയാണ്. അതിന് പുറമെയാണ് ഇന്നലെ 25% താരിഫ് കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഭാരതത്തിന് മേൽ ചുമത്തുമെന്ന്. എന്തായാലും നമുക്ക് ഈ സാഹചര്യം വിശകലനം ചെയ്യാനായി നമ്മളോടൊപ്പം സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ആദികേശവൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്തേ സാർ, ഗുഡ് മോർണിംഗ്. പുത്തൻപള്ളിയിലേക്ക് സ്വാഗതം. യെസ്, ഈ സാഹചര്യത്തെ പൊതുവിൽ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ ഈ ടാരിഫിന്റെ വ്യതിയാനങ്ങളും മിക്കവാറും എല്ലാ ദിവസവും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓരോ ഓർഡർ ഇറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എമർജൻസി പവേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സ്വമേധയാ, ഇത് വ്യക്തിപരമായി അമേരിക്കൻ പ്രസിഡന്റ് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആയിട്ട് വരുന്നത്. അതിനുള്ള അധികാരം അമേരിക്കൻ ഭരണഘടന പ്രകാരം അദ്ദേഹത്തിന് ആ അധികാരം ഉണ്ട് താൻ.
പക്ഷേ മൊത്തത്തിൽ നമ്മളൊരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനിതിനെ നോക്കി കാണുമ്പോൾ നമുക്ക് ഇതിന്റെ പുറകിൽ എന്താണ് ഒരു പ്ലാൻ, അതായത് വളരെ സുചിന്തിതമായ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഈ ഓർഡർ നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഓർഡർ ഈ ബ്യൂറോക്രാറ്റിക് സാധാരണ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ ഇറക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഓർഡർ തന്നെയാണ് ഈ സൈറ്റിലും എക്സിക്യൂട്ടീവ് ഓർഡർ എന്നുള്ള നിലയ്ക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം ഏതൊക്കെ രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇപ്പം ഉദാഹരണത്തിന് ഇന്നലത്തെ ഹിന്ദു പത്രത്തില് അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തതിന്റെ ഒരു ഭാഗം ഉദ്ധരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താരിഫ് അല്ലെങ്കിൽ തീരുവ ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുന്ന ദ ടാരിഫ് പെയ്ഡ് ബൈ ഇന്ത്യ ടു ദ US എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ താരിഫ ആരാണ്? അഥവാ ഇപ്പം 25-50%, ഇനിയിപ്പം നാളെ ചിലപ്പോൾ 100% ആക്കിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഈ തീരുവ ആരാണ് വഹിക്കാൻ പോകുന്നത്? ആരുടെ പുറത്താണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ആഘാതം ചെന്ന് പതിക്കുക? നിസ്സംശയം എല്ലാവർക്കും അറിയാം. ഇത് അമേരിക്കൻ അഥവാ ഈ ഗുഡ്സ്, ഈ ചരക്കുകൾ ഇത്രയും തീരുവ നടപ്പിലാക്കി അമേരിക്കയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കൺസ്യൂം ചെയ്യുന്ന, ഉപഭോഗം ചെയ്യുന്ന ആൾക്കാരുടെ പുറത്തല്ലേ ഇതിന്റെ ആഘാതം വരിക. അല്ലെങ്കിൽ ഇതിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാള് ഈ കംപ്ലീറ്റ് തീരുവയും അങ്ങ് അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ അതങ്ങ് പൂർണ്ണമായിട്ടും വഹിക്കണം. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യക്തി, അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ വ്യക്തി, പിന്നെ അമേരിക്കൻ ഉപഭോഗം അല്ലെങ്കിൽ കൺസ്യൂമർ, ഇവർ 3 പേരിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഈ തീരുവ വഹിക്കേണ്ടി വരും. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വളരെ വലിയ ചർച്ചകളാണ് നമ്മുടെ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ നടക്കുന്നത്. തീർച്ചയായും വേണ്ടതാണ്. കാരണം അന്താരാഷ്ട്ര തലത്തില് ഇന്ത്യയെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഓരോ രാജ്യത്തിനും ഓരോ തരത്തിലുള്ള തീരുവ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകരും നമ്മുടെ ആൾക്കാരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്ത് അയക്കുന്ന ഗുഡ്സിന്റെ തോത് ഒരു വർഷം, കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ $85 ബില്യൺ ആയിരുന്നു. 1 ബില്യൺ എന്ന് പറയുന്നത് 8700 കോടി. ഒരു US ഡോളർ 87 രൂപയുടെ മൂല്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് $1 ബില്യൺ എന്ന് പറയുമ്പോൾ 8700 കോടി, 85 ബില്യൺ നമ്മൾ കയറ്റുമതി ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. അതിൽ ഇപ്പൊ തീരുവ നടപ്പിലാക്കിയിട്ടുള്ളത് $45 ബില്യൺ ഗുഡ്സിന് മാത്രമാണ്. ഉദാഹരണമായി നമ്മൾ മരുന്നും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ മോളിക്യൂൾസ് എന്ന് പറയുള്ളൂ, തന്മാത്രകൾ, അത് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതില് ഈ തീരുവ നടപ്പാക്കിയിട്ടില്ല. മൊബൈൽ ഫോൺസിൽ നടപ്പാക്കിയിട്ടില്ല. ഇലക്ട്രോണിക് ഗുഡ്സിൽ നടപ്പാക്കിയിട്ടില്ല. ഏകദേശം $45 ബില്യൺ. ഇനി നമ്മുടെ സമ്പദ്ഘടനയുടെ മൊത്തം ഔട്ട്പുട്ട്, അതായത് ദേശീയ വരുമാനം അല്ലെങ്കിൽ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ മൊത്തം തോത് ഒരു വർഷത്തിൽ ഇപ്പോൾ $4 ട്രില്യൺ കടന്നിരിക്കുന്നു. അതായത് $4000 ബില്യൺ. അപ്പൊ $4000 ബില്യൺ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ഇന്ന്. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ഇനി കൂടാനേ സാധ്യതയുള്ളൂ എന്നാണ് അനുമാനം. കാരണം നമ്മുടെ വളർച്ച 6.5 അല്ലെങ്കിൽ 7%, 6-7% എത്രയോ ആയിക്കൊള്ളട്ടെ. $4000 ബില്യൺ സമ്പദ് വ്യവസ്ഥയുടെ 45 ബില്യൺ, നമുക്ക് എളുപ്പത്തിന് വേണ്ടി 40 ബില്യൺ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി 40 ബില്യൺ എന്നൊക്കെ കണക്കാക്കിയാൽ മൊത്തം ദേശീയ ഉൽപാദനത്തിന്റെ 1% മാത്രമേ, ഈവൻ വേഴ്സ്റ്റ് കേസ് സിനറിയോ, നമുക്കിപ്പോ എല്ലാം ഈ കയറ്റുമതി 45 ബില്യണും ഈ വർഷം നടക്കാതെ പോയാലും നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ 1% മാത്രമേ കുറയുന്നുള്ളൂ. അത് വലിയ ഒരു ആഘാതം നമ്മുടെ സമ്പദ്ഘടനയിൽ സൃഷ്ടിക്കുകയില്ല, സംശയം വേണ്ട. രണ്ടാമത്തെ കാര്യം, ഇന്ത്യക്ക് എപ്പോഴും ഒരു അതിജീവന ശക്തി, റെസിലിയൻസ് എന്ന് പറയുമല്ലോ. മൊത്തത്തിൽ നമുക്ക് ഇതേപോലത്തെ എത്രയോ ഇഷ്യൂസ് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം നമ്മൾ അതിനെ നേരിടുവാനായിട്ടുള്ള തക്കതായ നടപടികളെടുത്ത് അതിനെ നേരിട്ടിട്ടുണ്ട്. ജനങ്ങളും
ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികളും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഇതിനെ നേരിടാൻ പര്യാപ്തമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ ഒരു നിലനിൽപ്പ് തന്നെ. ഉദാഹരണത്തിന് 1998 പോഖ്രാൻ വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് അന്ന്, അതായത് ലോകത്തിലെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും, ജപ്പാൻ, അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും നമ്മുടെ പുറത്ത് സാങ്ഷൻസ്, ഉപരോധം ഏർപ്പെടുത്തി. പക്ഷെ എന്ത് രീതിയിലാണ് അത് ഇന്ത്യൻ സമ്പദ്ഘടനയെ ബാധിച്ചത്? അന്നാണ് ഇന്ത്യ ഒരു റീസർജന്റ് ഇന്ത്യ ബോൺസ് എന്ന് പറഞ്ഞത്. കാരണം വിദേശ നാണ്യം അകത്ത് വരുവാനുള്ള സാധ്യതകളെ ബാധിക്കുന്ന രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തിയതിനെ നേരിടുവാനായി NRIസിൽ നിന്നും വിഭവം സമാഹരിക്കാനായിട്ട് റീസർജന്റ് ഇന്ത്യ ബോൺസ് എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവരികയും അതിനെ നമ്മൾ തരണം ചെയ്തു. അന്നത്തെക്കാളും 1998 ഇന്ത്യയെക്കാളും എത്രയോ വളർന്ന് വിപുലമായി എത്രയോ ശക്തി ആർജിച്ച് നിൽക്കുന്നു 2025 ഭാരതം. അതുകൊണ്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് ആൾക്കാർക്ക് ഒരു സമാധാനം, ആശ്വാസം പകരാൻ വേണ്ടിയിട്ടുള്ള ആശ്വാസ വാക്കല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമ്പദ്ഘടനയുടെ പരമാവധി വന്നാൽ 40 ബില്യൺ അല്ലെങ്കിൽ 1% വരുന്ന ചരക്ക് കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവയാണ് ഈ 50% തീരുവ. രണ്ടാമത്തെ കാര്യം, ഈ തീരുവ ശരിക്കും ഒറ്റ അടിക്ക് നമ്മൾ നോക്കുമ്പോൾ, ഒരു വിധത്തിൽ നോക്കുമ്പോൾ 50% തീരുവ. പക്ഷെ ശരിക്കും മെറ്റീരിയൽ ആയിട്ടുള്ളത്, അതായത് ശരിക്കും നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവയും നമ്മുടെ രാജ്യത്തിന്റെ പുറത്ത് ഏർപ്പെടുത്തിയ തീരുവയും തമ്മിലുള്ള അന്തരം മാത്രമേ നമ്മളെ ബാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ ബ്രസീലും ഇന്ത്യയും ഒരേ സാധനം അമേരിക്കയ്ക്ക് കയറ്റി അയക്കുന്നു എന്ന് വിചാരിക്കുക. ബ്രസീലിൽ നിന്നും കയറ്റുമതിക്ക് ഇപ്പോൾ 50% ഏർപ്പെടുത്തി, നമുക്ക് 50%. അപ്പൊ ഈ കോമ്പറ്റീഷനിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കത് ബാധിക്കുകയില്ല, നമ്മളെ ബാധിക്കുകയേ ചെയ്യുന്നില്ല. ഇനി 20% ഇപ്പൊ ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ ഏകദേശം 19-20 സൂക്ഷ്മമായിട്ടുള്ള കണക്കുകൾ നമുക്ക് ശരിക്കും ആവശ്യമില്ല. ചൈനയാണെങ്കിൽ 30, അതിനി ഓഗസ്റ്റ് 27 മറ്റോ റിവൈസ് ചെയ്യുന്നു പറഞ്ഞിട്ട് എത്രയോ ആയിക്കൊള്ളട്ടെ. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് 25% ആയിരുന്നപ്പോൾ ശരിക്കും നമുക്ക് കാര്യമായി നമ്മളെ ബാധിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ബാധിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ശരിക്കുള്ള ടാരിഫ് 5% മാത്രമേ ആയിരുന്നുള്ളൂ. 50% ആക്കിയപ്പോഴും ഈ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് ആ ഡിഫറൻസ് മാത്രമേ നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ളൂ. അവിടെയാണ് വീണ്ടും ഇന്ത്യയുടെ കെൽപ്പ്, എന്തൊക്കെ ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കും, അതിനുള്ള സാമ്പത്തിക ശക്തി ഫിസ്ക്കൽ ഗവൺമെന്റിന് വേറെ ചെയ്യാവുന്ന, ഇപ്പൊ ഗവൺമെന്റ് കയ്യിൽ നിന്ന് കുറച്ച് കാശ് കൊടുത്ത് ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആഘാതം ഏൽക്കുന്ന ഇൻഡസ്ട്രീസിനെ, യൂണിറ്റ്സിനെ, സംരംഭകരെ, കയറ്റുമതിക്കാരെ ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള തീരുമാനം ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം. അത് എടുക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ എത്ര കോടി രൂപയാണ് നമുക്ക് വേണ്ടി വരിക? അതിന്റെ കണക്ക് പ്രസക്തമാണ്. ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ ഈ 40%-ന്റെ 25% നമ്മൾ 50% എന്നുള്ളതാണ് തീരുവ. ഇനി 25% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സർക്കാർ ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള കയറ്റുമതിക്കാർക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അത് പറയാൻ കാരണം എന്താണ്? തീർച്ചയായിട്ടും കയറ്റുമതി മേഖലയിലെ കുറെ അധികം യൂണിറ്റുകളെ പ്രതികൂലമായി ബാധിക്കും. ഇതിനെ ലഘൂകരിക്കുകയല്ല. ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നുള്ള ഈ മത്സ്യമേഖലയിലും ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, മറൈൻ ഫുഡ്സ്, മറ്റുള്ള മറൈൻ ഫുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന, കയറ്റുമതി ചെയ്യുന്ന ആൾക്കാർ, ടെക്സ്റ്റൈൽസ്, ഇവരെല്ലാം ബാധിക്കും. മറ്റുള്ള ഇപ്പൊ തിരുപ്പൂർ പോലത്തെ സെന്റേഴ്സിലുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്ടേഴ്സുമായിട്ടും ഒക്കെ ഞാൻ സംസാരിച്ചു, അവരെയൊക്കെ ബാധിക്കും. പക്ഷെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു സംവിധാനം എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഈ തീരുവയുടെ ഒരു 50% അമേരിക്കയിൽ നിന്നും ഇത് ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾ വഹിക്കാം എന്ന് ഓൾറെഡി ഏറ്റിട്ടുണ്ട്. കാരണം ഇവർ സംസാരിച്ച് തുടങ്ങിയല്ലോ. അപ്പൊ അമേരിക്കയിൽ ഇപ്പം റീറ്റെയിൽ, നമ്മുടെ ലുലു സൂപ്പർ മോൾ പോലെ, വാൾമാർട്ട്, കോസ്കോ, അപ്പൊ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു ഭാഗം ഞങ്ങൾ ബയർ, മേടിക്കുന്ന ആള് വഹിക്കാം, വിൽക്കുന്ന ആൾ ഒരു പോർഷൻ വഹിക്കണം. അതുകൊണ്ട് ഇത് സമമായിട്ട് ഇത് പങ്കെടുത്തുകൊണ്ട് ഈ പ്രതിസന്ധി തരണം ചെയ്യാം. കാരണം അവർക്കും പല ബയേഴ്സിനും ഇറക്കുമതി ചെയ്യുന്ന പല കമ്പനികൾക്കും എത്രയോ വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ആൻഡ് കച്ചവടത്തില് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, കയറ്റുമതി ചെയ്യുന്ന
ഉൽപാദനം ചെയ്യുന്ന, വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളിലും തമ്മിലുള്ള ബന്ധവും കൂടി ഇതിൽ കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. 20 വർഷമായിട്ട് മേടിക്കുന്ന ഒരാള് ക്വാളിറ്റി, ഈ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആളിനെ അറിയാം, അവരുടെ ക്വാളിറ്റി അറിയാം. അപ്പൊ അയാൾ പെട്ടെന്ന് ഈ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് വേറെ ഒരു രാജ്യത്തിലേക്ക് പോകില്ല. കാരണം അതിൽ കുറെ കടമ്പകൾ അതിലും കടക്കുവാൻ വേണ്ടി അവർക്ക് ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ട് ഇത് സമമായിട്ട് വീതിച്ചു പോകുമെന്നുള്ള ഒരു അനുമാനത്തിന്റെ ബേസിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 45 ബില്യന്റെ 25% കാതലായ ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നം. ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ തന്നെ ഞാൻ പറയാം, അത് ഏകദേശം 3,20,000 കോടി അല്ല 80,000 കോടിയോളം രൂപ. അതായത് തീരുവ 25% ഓഫ് ഈ 45 ബില്യൺ. 45 ബില്യൺ എന്നുള്ളത് ഏകദേശം 3,20,000 കോടി. അതിന്റെ 25% 80,000 കോടി. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിന്റെ തോത് നമ്മൾ ഓർക്കണം. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ബഡ്ജറ്റിന്റെ ആകെ തോത് 50 ലക്ഷം കോടി രൂപയാണ്. അതായത് ഇന്ത്യ ഗവൺമെന്റ് ഒരു വർഷം ചെലവാക്കുന്ന മൊത്തം തുക 50 ലക്ഷം കോടി രൂപയാണ്. അതില് അഥവാ ഒരു 80,000 കോടിയുടെ ചെലവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുമ്പോൾ 80,000 കോടി രൂപയുടെ ചെലവ് കൂടി വേണ്ടി വന്നാൽ നടത്താനുള്ള കെൽപ്പ് ഇന്ത്യൻ ഗവൺമെന്റിനുണ്ട്. ഇതാണ് വളരെ നമ്മൾ രസകരമായ ഒരു വസ്തുതയാണ് താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. കാരണം ഈ താരിഫ് ചുമത്താൻ തിരഞ്ഞെടുത്ത മേഖലകളിൽ പോലും ഇരട്ടത്താപ്പ് വ്യക്തമെന്നത്. ഈ നമ്മൾ ദേശീയ താല്പര്യം മുൻനിർത്തി മുന്നോട്ട് പോകും, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന് ഭാരതം ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. വീണ്ടും വീണ്ടും അത് അസേർട്ട് ചെയ്ത് പറയുന്നുമുണ്ട്. നമ്മുടെ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നമ്മുടെ ഉറച്ച അല്ലെങ്കിൽ അതിശക്തമായ ആഭ്യന്തര വിപണി തന്നെയല്ലേ അതിന് നമ്മുടെ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നതും അത്തരം ഉറച്ച ഒരു തീരുമാനമെടുക്കാനും? തീർച്ചയായിട്ടും മനു. അതുകൊണ്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടില് നമ്മൾ ഇതിന്റെ ന്യായ അന്യായങ്ങളിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് അന്താരാഷ്ട്ര തലത്തില് ആ നീതി, ന്യായം, മൊറാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു രാജ്യവും അത്ര കണ്ട് കാര്യമായിട്ട് എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നേയില്ല. അപ്പൊ അതുകൊണ്ട് ഇരട്ടത്താപ്പ്, അന്യായം, അനീതി എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യാം, അത് ശരിയുമാണ്. പക്ഷേ അതായത് ഇതിനെക്കുറിച്ച് ആവലാതിപ്പെടാതെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, ഞാൻ പ്രതിസന്ധി എന്ന് പോലും പറയില്ല, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, അങ്ങനെ പറയാം, പ്രശ്നം എന്താണ്? പ്രശ്നം ഈ $45 ബില്യൺ. ഇനി അതിനെ നേരിടേണ്ടി വന്നാൽ പരമാവധി ചെലവാക്കേണ്ട തുക, അതായത് 45 ബില്യൺ എക്സ്പോർട്ടും ഈ വർഷവും, ഈ നടപ്പ് സാമ്പത്തിക വർഷവും നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പരമാവധി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ചെലവാക്കേണ്ടിയ തുക, അത് ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, കാരണം ഒരു പോർഷൻ മാത്രമേ ചെയ്യാൻ സാധ്യതയുള്ളൂ. അഥവാ വേണ്ടി വന്നാൽ 80,000 കോടി രൂപ മാത്രമേ ഉള്ളൂ. ആ 80,000 കോടി രൂപ ഇനി വിഭവ സമാഹരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പൊ GST കളക്ഷനൊക്കെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എല്ലാ വർഷവും ഏകദേശം 7% to 10% ഇൻക്രീസ് അല്ലെങ്കിൽ വർധനവ് നമുക്ക് GST കളക്ഷനിൽ കിട്ടുന്നുണ്ട്. ഇൻകം ടാക്സിൽ, പേഴ്സണൽ ഇൻകം ടാക്സിലും അതേപോലത്തെ വർധന നമ്മൾ കണ്ടുവരുന്നു. അതുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഇതിനെ നേരിടാനുള്ള ശക്തിയുണ്ട്, നേരിടാനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഈ ഞാൻ പറഞ്ഞതുപോലെ അഥവാ ഇനിയിപ്പം ഈ തീരുവ കൂടുന്നു, വീണ്ടും അദ്ദേഹം ഉയർത്തുന്നു എന്തെങ്കിലും കാരണം കൊണ്ട്, കാരണം അദ്ദേഹത്തിന്റെ നടപടികൾക്ക് ഒരു ലോജിക് അല്ലെങ്കിൽ റാഷണൽ നമുക്ക് സാധിക്കുന്നില്ല, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വന്നാലും നേരിടാനുള്ള ഒരു സുസ്ഥിരമായ, സ്റ്റേബിൾ ആയിട്ടുള്ള, ഗ്രോത്ത് ഉള്ള, വളർച്ചയുള്ള, വലുപ്പത്തിലും നാലാമത്തെ, ഇനി വളരെ 2-3 വർഷത്തിനകം തന്നെ അമേരിക്ക, ചൈന, ഇന്ത്യ എന്നുള്ള ക്രമത്തില് ലോകരാജ്യങ്ങളുടെ ഇടയ്ക്ക് 3ാമത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായിട്ട് ഇന്ത്യ വളരും. അത് അതായത് നമ്മൾ ഈ പറയുന്ന 3ാമത്തെ സമ്പദ്ഘടന വലിയ മാറ്റങ്ങൾ ഉണ്ടായി. നമുക്കറിയാം, കോടികൾ, എത്രയോ ലക്ഷം ആൾക്കാർ, എത്രയോ ആൾക്കാർ ഇന്നും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമ്മുടെ രാജ്യത്ത് മിനിമം വേണ്ടുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് താഴെയാണ് ജീവിക്കുന്നത്. നമ്മൾ വികസ്വര രാജ്യമാണ്. അതുകൊണ്ടാണ് വികസിത ഭാരതം എന്നുള്ളത് ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വികസിത രാജ്യമല്ല, പക്ഷെ ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നതില് വലിയ ഒരു ആഘാതം ഈ ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ നടപടി ഉണ്ടാക്കില്ല എന്നാണ് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അനുമാനിക്കുന്നത്. ബേജാറാവേണ്ട ഒരു കാര്യവുമില്ല.
ഇന്ത്യൻ സമ്പദ്ഘടന സുശക്തമായിട്ട് നിൽക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകളും അതെ, ഇന്ത്യയിലെ ഗവൺമെന്റുകൾ ഇതിനെ നേരിടാനായിട്ടുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കും. ഇതിന്റെ ആഘാതം പേറാൻ സാധ്യതയുള്ള കയറ്റുമതിക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു റിലീഫ് കൊടുക്കാൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവരും. ഇന്നലെയും ഞാൻ തിരുപ്പൂർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഡോക്ടർ ശക്തിവേൽ എന്നാണത്. എത്രയോ വർഷങ്ങളായിട്ട് ഈ ടെക്സ്റ്റൈൽ മേഖലയിലുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പൊ ഇതിനകം തന്നെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത്? പലിശ ഇനത്തിൽ ഇളവ് വേണോ? ഇനി എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഈക്വലൈസേഷൻ സ്കീം, പിന്നെ റോഡ് ടെപ്പ്, റെമിഷൻ ഓൺ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, കയറ്റുമതി ചെയ്യുന്ന ആൾക്കാർ ആഭ്യന്തരമായി കൊടുക്കുന്ന ഡ്യൂട്ടീസും ടാക്സസ് എല്ലാം റെമിഷൻ ഉണ്ടായിരുന്നു, അത് തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. അപ്പൊ ആ മാതിരി കാര്യങ്ങളിൽ ഒക്കെ നടപടികൾ വളരെ വേഗം കൈക്കൊള്ളും എന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു വിശ്വാസം, അല്ലെങ്കിൽ അവര് അതിൽ ആശ്വാസം കണ്ടെത്തുന്നു. അതുകൊണ്ട് ഇതൊരു താൽക്കാലികമായി നമുക്ക് ഡീൽ ചെയ്യേണ്ട, നമ്മൾ നേരിടേണ്ട ഒരു പ്രശ്നമാണെങ്കിലും അതിനെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവും എനിക്കില്ല. തീർച്ചയായും ഇന്നലെ ഈ പുതിയ പണനയം പ്രഖ്യാപിക്കവേ RBI ഗവർണർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. തീർച്ചയായും ഈ ട്രംപിൻ്റെ പുതിയ അല്ലെങ്കിൽ പ്രഖ്യാപനമൊക്കെ രാജ്യത്ത് എങ്ങനെയായിരിക്കും ആഘാതങ്ങൾ ഏൽപ്പിക്കാൻ പോവുക, ചെറിയ രീതിയിലുള്ള ആഘാതമെങ്കിലും ഏൽപ്പിക്കാൻ പോവുക എന്ന് ഇനി നോക്കിയിരുന്ന് കാണണം. വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളൊന്നും, താങ്കൾ പറഞ്ഞ പോലെ ആഘാതങ്ങളൊന്നും സൃഷ്ടിക്കില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തലെങ്കിലും നമ്മുടെ പണപ്പെരുപ്പം ഇപ്പോൾ കുറഞ്ഞ നിലയിലാണ്. ഇനി മറ്റൊന്ന് കൂടി ചോദിക്കട്ടെ സാർ, കാരണം ഈ അടുത്തിടെ UK-യുമായി ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഭാരതം ഒപ്പിടുകയുണ്ടായി. പ്രബല ഏഷ്യൻ രാജ്യങ്ങളുമായും ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായും നമുക്കത് നിലവിലുണ്ട്. ഇനി യൂറോപ്യൻ യൂണിയനുമായൊക്കെ നമ്മളതിന് ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അതെല്ലാം എത്രത്തോളം ഭാരതത്തിന് കരുത്തേകുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ? വളരെ നല്ല ഒബ്സർവേഷൻ നിങ്ങൾ ചോദിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം അതിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോ ഈ നടപടികളെല്ലാം നടക്കുന്നതിന്റെ ഇടയിലും നമ്മുടെ രാജ്യം ഇപ്പം മനു പറഞ്ഞതുപോലെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, അതായത് ഈ WTO അന്താരാഷ്ട്ര തലത്തില് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ലോകക്രമം അന്താരാഷ്ട്ര വ്യാപാരത്തിന് വേണ്ടി നടത്താനുള്ള ഒരു സംഘടനയായിരുന്നു WTO. അത് ഏകദേശം ഇപ്പൊ നിർവീര്യമായിരിക്കുകയാണ്, അന്താരാഷ്ട്ര വ്യാപാര സംഘടന അല്ലെങ്കിൽ WTO. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രീ ട്രേഡ് ബയലാറ്ററൽ ആയിട്ട് ഇപ്പൊ ഇന്ത്യയും UK-യും, ഇന്ത്യ ഓസ്ട്രേലിയ നമ്മൾ അത് നേരത്തെ ഒപ്പിട്ടു. ഇന്ത്യയും UK-യുമായിട്ട് നമ്മൾ ഉടമ്പടി ഏർപ്പാടാക്കി കഴിഞ്ഞു. ഇന്ത്യ EU-യുമായിട്ട് ഇപ്പൊ സമീപത്ത് തന്നെ അടുത്ത കാലത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെയെല്ലാം നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമ്മളൊരു സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള, അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 140 കോടി ആൾക്കാർക്കും ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് സ്വാതന്ത്ര്യം. അപ്പത്തിന് വേണ്ടി നമ്മൾ സ്വാതന്ത്ര്യം ബലി കഴിക്കില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം, നമ്മുടെ സോവറിനിറ്റി ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ ട്രേഡ് അഗ്രിമെന്റ് മറ്റുള്ളവരുമായിട്ട് ഒപ്പിടുന്നു. അവിടെ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലെ കർഷകര്, ധാരാളം പ്രശ്നങ്ങളുള്ള സമൂഹത്തിന്റെ ഒരു പക്ഷേ അടിത്തട്ടിൽ തന്നെ എന്ന് പറയാൻ നിൽക്കുന്ന, പക്ഷെ അതേസമയം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകുന്ന കർഷകരുടെ കാര്യം നമുക്ക് എങ്ങനെ ബലി കഴിക്കാൻ സാധിക്കും? അതുകൊണ്ടല്ലേ 2019 നമ്മൾ ഓർക്കേണ്ടത് റീജിയണൽ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ്, ചൈനയും ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ അടങ്ങുന്ന ഒരു 15 രാജ്യങ്ങളുടെ ഈ ഈസ്റ്റിലുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസും 15 രാജ്യങ്ങൾ അടക്കുന്ന RCEP-യുടെ ഒപ്പിടൽ, ആ ഒരു ചർച്ചകൾക്ക് പോയിട്ട് അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ ഒപ്പിട്ടില്ല. കാരണം അന്ത്യോദയ, ദീൻദയാൽജിയൊക്കെ പറഞ്ഞ നമ്മുടെ ഒരു സാമ്പത്തിക വീക്ഷണത്തില്, ഭാരതീയമായ സാമ്പത്തിക വീക്ഷണത്തില് അന്ത്യോദയ, ഏറ്റവും അവസാനം നിൽക്കുന്ന, ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ കാര്യം നമ്മൾ എപ്പോഴും വലിയ തീരുമാനങ്ങൾ, ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പിടുമ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഇവരുടെ പ്രശ്നം എന്താവും, ഇവരെ പ്രതികൂലമായി ബാധിക്കുമോ, ഇവർക്ക് താങ്ങാനാവുമോ? അപ്പൊ കാർഷിക മേഖലയോ നമ്മുടെ ക്ഷീരോത്പാദന മേഖലയോ ഒക്കെ ബലി കഴിച്ചിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബയലാറ്ററൽ പറഞ്ഞതുപോലെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ തീരുവക്രമങ്ങളെ നേരിടാനുള്ള നടപടി ധനകാര്യ മാർഗങ്ങളിലൂടെ, ഫിസ്ക്കൽ പോളിസിയിലൂടെ ഒക്കെ, അതുപോലെ മോണിറ്ററി പോളിസിയിലൂടെ കൂടെയും ഒക്കെ നമുക്ക് നേരിടാൻ സാധിക്കും. മാത്രവുമല്ല
നമ്മൾ വളരെ വേഗം ഈ ബയലാട്രൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നമ്മുടെ താല്പര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാതെ, നമ്മുടെ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ കർഷകരെയും സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ യൂണിറ്റുകളുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഉടമ്പടി വേണ്ട. അവരുടെ എല്ലാം താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവർക്ക് കൂടി ഗുണമുണ്ടാകുന്ന രീതിയിലാണ് ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ കാരണം കൊണ്ട് എപ്പോഴും നമ്മൾ പറയുമല്ലോ, ക്രൈസിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന്. എല്ലാ പ്രതിസന്ധിയും ഒരു അവസരം കൂടിയിട്ടാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ ഇനി ഞാൻ കാണുന്നത് ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ വേഗത കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ കുറച്ചുകൂടി കെൽപ്പുള്ളതാക്കാനും വളർച്ച നേടാനും ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടാനും ഉതകും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. നേരത്തെ അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് താങ്കൾ ഹനിച്ചിരുന്നു, അങ്ങനെ പറയാൻ സമ്മതിച്ചില്ല. പക്ഷേ എങ്കിലും ഒന്ന് കൂടി ചോദിച്ചുകൊള്ളട്ടെ. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും ഈ തീരുമാനം അവർക്ക് തിരിച്ചടിയാവില്ലേ, പ്രത്യേകിച്ച് അമേരിക്കൻ ഉപയോക്താക്കളെ? കാരണം ഉപയോക്തർ വില കൂടുമെന്ന് മാത്രമല്ല, അവിടെ പണപ്പെരുപ്പത്തിന് ഇത് ഇടയാക്കുമെന്നതിൽ സംശയമില്ല. ഇനി ഇന്ത്യൻ ഇറക്കുമതിയൊക്കെ ആശ്രയിക്കുന്ന മേഖലകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ഫാർമസ്യൂട്ടിക്കൽസ് പോലുള്ളവ. അതെ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ഇതൊരു ചോദ്യ ഉത്തരവല്ല, അനുവും കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് അവർക്കൊരു സെൽഫ് ഗോളാണ്. കാരണം ഇപ്പം ഞാൻ അമേരിക്കയിൽ താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഓൾറെഡി സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം വില വർദ്ധിച്ചു വരുന്നു. ഉദാഹരണത്തിന് ഇന്നലെ ഒരാൾ പറയുകയുണ്ടായി, മുട്ട, പിന്നെ പാൽ, ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് മേടിക്കുന്നതാണല്ലോ. പിന്നെ ചോക്ലേറ്റ് പോലത്തെ സാധനങ്ങൾക്കെല്ലാം നേരിയ തോതിലെങ്കിലും വില വർധന അവര് അനുഭവിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അവരെയും ഇത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്, ഈ അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറയുന്നത് ഒരു വിൻ ലൂസ് പ്രൊപ്പോസിഷൻ അല്ല. അതായത് ഒരാൾക്ക് നേട്ടവും മറ്റൊരാൾക്ക് കോട്ടവും ഉണ്ടാകുന്ന രീതിയല്ല അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ സാധാരണ ഘടന. അതങ്ങനെയും ആവരുത്. ഇത് വിൻ വിൻ, രണ്ടുപേർക്കും നേട്ടം ഉണ്ടാവുന്നതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര വ്യാപാരം അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഞാൻ പറയുന്നു, ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്നുള്ള മത്സ്യമേഖലയിൽ നിന്നുള്ള കയറ്റുമതി ആലോചിച്ച് നോക്കൂ. ഇവിടത്തെ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നു, ഇവിടത്തെ അത് നടത്തുന്ന ആൾക്കാർക്ക് കുറച്ച് സമ്പത്തുണ്ടാക്കാൻ വെൽത്ത് ക്രിയേഷൻ നടക്കുന്നു. അമേരിക്കയിലാണെങ്കിൽ അവിടെ ഇതിന്റെ സാധ്യതയില്ല, അവർക്ക് ഇത്രയും കുറഞ്ഞ നിരക്കില് ഇതുണ്ടാക്കാൻ സാധിക്കുകയുമില്ല. അപ്പൊ അവിടുത്തെ കൺസ്യൂമറിന് ബെനിഫിറ്റും ഉണ്ടാവുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര വ്യാപാരം, രണ്ടുപേർക്കും വിൻ വിൻ. ഇതിപ്പം അമേരിക്കയുടെ നടപടി ഇത് ലൂസ് എന്നുള്ള രീതിയിലേക്ക്, അതായത് രണ്ടുപേർക്കും നഷ്ടം ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ, അതായത് നീതി ന്യായം ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്, ഞാനത് പറയാൻ കാരണം വളരെ കൂൾഡായിട്ട്, വളരെ കാര്യമാത്ര പ്രസക്തമായി നമ്മൾ ഇതിനെ കണ്ടാൽ അദ്ദേഹം എടുക്കുന്നതിന്റെ ധാർമ്മികത അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ ധാർമ്മികതയോ അതൊക്കെ നമുക്ക് എന്താണ് പ്രശ്നം, ആ പ്രശ്നത്തിനെ ഡീൽ ചെയ്യാൻ, ആ പ്രശ്നത്തിനെ നേരിടാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, ഇത്രയും മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഇതിന് കാരണം വാക്കുകൊണ്ട് അതിനെ അനലൈസ് ചെയ്ത് അതൊക്കെ ചർച്ചകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ ശരി വേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ പോളിസി മേക്കിംഗ് നടപടികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ ഇതിനെ നേരിടാം എന്നുള്ള ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനെ വീക്ഷിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ഇരട്ടത്താപ്പ് അദ്ദേഹം എങ്ങനെ ചെയ്യുന്നു, അതിനെന്തെങ്കിലും റാഷണൽ ഉണ്ടോ, അതിന് അതിന് യുക്തിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിൽ അപ്രസക്തമാവുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു നടപടി സ്വീകരിക്കപ്പെട്ടു. അപ്പൊ ആ നടപടിയെ എങ്ങനെ നേരിടണം എന്നുള്ളത് മാത്രമല്ലേ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നുള്ള അടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചോദിക്കൂ, സമയമുണ്ടെങ്കിൽ. ഇല്ല, ഇനിയും ചോദ്യങ്ങളുണ്ട്, ചോദ്യങ്ങൾ തീർന്നില്ലല്ലോ. പക്ഷെ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. താങ്കൾ ഇനിയും തുടർന്നുള്ള ചർച്ചകളിലും പങ്കെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ ആദികേശവൻ സാർ, രാവിലെ വന്നതിനും ഞങ്ങളോടൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ചതിനും. താങ്ക് യു അനു. നമുക്കിനി ഒരു ഇടവേളയാണ്, അതിനുശേഷം മറ്റു വാർത്തകളിലേക്ക് എത്താം. പുത്തൻപുലിയുടെ ആദ്യ 1 മണിക്കൂർ പിന്നിടുന്നു. ഇനി നമുക്ക് പ്രധാന തലക്കെട്ടുകൾ കാണാം. ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായി ഊർജിത തെരച്ചിൽ. 12 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. കുടുങ്ങിക്കിടക്കുന്ന മലയാളി സംഘം ഗംഗോത്രിയിലെ ക്യാമ്പിൽ. 28 അംഗ സംഘത്തെ എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമം.
അമേരിക്കൻ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭാരതം. ദേശീയ താൽപര്യം സംരക്ഷിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. US നടപടി അനീതി, പ്രകോപനം തുടർന്ന ട്രംപ്. സെമി കണ്ടക്ടർ ഇറക്കുമതിക്ക് 100% താരിഫ് ചുമത്തുമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. ചേർത്തല തിരോധാന കേസുകളിൽ കൂടുതൽ തെളിവ് തേടി ക്രൈംബ്രാഞ്ച്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഇന്നും തെരച്ചിൽ. പ്രതിയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം. പരിശോധനയ്ക്ക് അയച്ച അസ്ഥികളുടെ DNA ഫലം കാത്ത പോലീസ്. ബലാത്സംഗ കേസിൽ വേടന് ഉന്നതരുടെ സംരക്ഷണം. ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ അന്വേഷണം മരവിപ്പിച്ച് പോലീസ്. കൊച്ചിയിൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ്. ഇടുക്കി സ്വദേശി ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന് പരാതി. ബദനി ടൂർസ് എന്ന കമ്പനിക്കെതിരെ ആരോപണവുമായി തട്ടിപ്പിനിരയായവർ. ബലാത്സംഗ കേസിൽ ഹിരൺദാസ് മുരളി എന്ന വേടന് സംരക്ഷണം തുടരുകയാണ് പോലീസ്. കേസെടുത്ത് ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ ഇയാളെ കണ്ടെത്താൻ ഇതുവരെ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഗുരുതരമായ കുറ്റം ചുമത്തപ്പെട്ട പ്രതി കേരളം വിട്ടിട്ടില്ലെന്ന് ആവർത്തിക്കുന്ന പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ അന്വേഷണം മരവിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് FIR രജിസ്റ്റർ ചെയ്തത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, ഈ പീഡന പരാതി മാത്രമല്ല, സാമ്പത്തിക തട്ടിപ്പുണ്ട്, മറ്റ് നിരവധി ഗുരുതര കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഈ വേടനുമേൽ. ഇതുവരെ പ്രതിയെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. അനു, അതുതന്നെയാണ് ഏറ്റവും വലിയ ഒരു വിരോധാഭാസമായി മാറിയിരിക്കുന്നത്. വേടനെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എവിടെയെന്ന് അറിയില്ല എന്നൊരു കാര്യമാണ് ഇക്കാര്യത്തിൽ പോലീസ് നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് മറ്റൊരു ഈ ഒരു വേടൻ്റെ ഒളിവ് ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു മാറ്റമെന്ന് പുതിയ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ നടത്താൻ നിശ്ചയിച്ചിട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബോൾഗാട്ടി പാലസിലാണ്, എറണാകുളം. അവിടെ റാപ്പർ വേടൻ്റെ ഒരു സംഗീത പരിപാടി ഇന്ന് ശനിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്നു. ആ പരിപാടി പൂർണ്ണമായും തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. കാരണം പോലീസ് പറയുന്നത് റാപ്പർ വേടൻ ഈ സംഗീത പരിപാടിക്ക് എത്തിയിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന ഒരു കാര്യമാണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്. ആ സംഗീത പരിപാടിയാണ്, എന്നാൽ മാറ്റിയിരിക്കുന്നത്. വേടൻ ഒളിവിലാണ് എന്നത് കൂടുതൽ സ്ഥിരീകരണം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഓളൻ ലൈവ് എന്ന ഈ പരിപാടി മാറ്റിവെച്ചിരിക്കുന്നത്. സാധാരണ ഈ സംഗീത പരിപാടികൾ ഇവിടെ വെച്ചാണ് നടത്താറ്. ഈ ഒരു പരിപാടിയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു വേടൻ ഒളിവിൽ തുടരുന്നത് തീർച്ചയായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്ക് അല്ലെങ്കിൽ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. കാരണം ഒരാഴ്ച പിന്നിട്ടിട്ടും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇക്കാര്യത്തിൽ ഒരു ബലാത്സംഗ പരാതി യുവതി നൽകുന്നത്. അതിഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. തന്നെ തുടർച്ചയായി 5 തവണയോളം ബലാത്സംഗം ചെയ്തു. മാത്രമല്ല വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു ഈ പീഡനങ്ങൾ എന്ന കാര്യമായിരുന്നു അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉയർത്തപ്പെട്ടിട്ട് പോലും അതിൽ ഒരു നടപടിക്കും പോലീസ് തയ്യാറാകുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതിലേറ്റവും പോലീസ് കൃത്യമായി തന്നെ വേടനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്കാണ് പോയിരിക്കുന്നത്. വേടൻ ഒളിവിൽ പോയിക്കോട്ടെ, 18-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ മാത്രം ഇക്കാര്യത്തിൽ 18-ാം തീയതി ഇക്കാര്യത്തിൽ ഹർജി പരിഗണിച്ചതിന് ശേഷം 18-ാം തീയതി ഹൈക്കോടതി ഈ ഒരു ഹർജി പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കുമ്പോൾ മാത്രം പിന്നീട് തുടർ നടപടിയിലേക്ക് കടന്നാൽ മതി എന്ന ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു നിയമോപദേശം എന്ന് പറയുന്നത്, പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ കൃത്യമായി തന്നെ വേടൻ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം. എന്തായാലും വേടന് സംരക്ഷണം പോലീസ് തുടരുന്നൊരു സാഹചര്യം ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വേടൻ എവിടെ എന്ന ചോദ്യം ഇപ്പോഴും ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. ഇനി ആരുടെയൊക്കെ സംരക്ഷണത്തിലാണ് വേടൻ എന്ന ഹിരൺദാസ് ഉള്ളത് എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അന്വേഷണം ആരംഭിച്ച അവസ്ഥ തന്നെയാണ്.
മറ്റ് വാർത്തകളിലേക്ക് കൂടി ജിജീഷ് തുടരുന്നുണ്ട്. കാരണം കേരള സർവകലാശാലയിൽ SFIയും സർവീസ് സംഘടനകളും പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൂടിയുണ്ട്. BJP സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ നൽകിയ ഹർജി കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. SFIയുടെ പ്രതിഷേധ പരിപാടികൾ വിലക്കണമെന്നും സർവകലാശാലയിൽ പോലീസ് സുരക്ഷ വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുമുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച കേസിൽ MV ഗോവിന്ദനെ ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യം കൂടി ശക്തമാവുകയാണ്. ജിജീഷ്, ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി. അനു, ഏറ്റവും പ്രധാനമായ മറ്റൊരു ഹൈക്കോടതിയിൽ ഇന്ന് നടക്കാനിരിക്കുന്ന പരിഗണിക്കാനിരിക്കുന്ന ഹർജികളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കേരള സർവകലാശാലയിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഹർജി BJP സിൻഡിക്കേറ്റ് അംഗമായ PS ഗോപകുമാറാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സർവകലാശാലയിൽ SFI നടത്തുന്ന പ്രതിഷേധ പരിപാടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്നാണ് ഈ ഒരു ഹർജിയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ തുടർച്ചയായ ഒരു സമരങ്ങളുടെ വേദി, പ്രതിഷേധങ്ങളുടെ വേദി എല്ലാം ആക്കി മാറ്റുകയായിരുന്നു അവിടെ SFI ചെയ്തിരുന്നത്. മാത്രമല്ല വലിയ വൈസ് ചാൻസലർക്കെതിരായ കൃത്യമായി തന്നെയുള്ള ഒരു പ്രതിഷേധങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു ഹർജിയുമായി ഇപ്പോൾ ഹൈക്കോടതിയെ ഗോപകുമാർ സമീപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോടതി എന്ത് നിർദ്ദേശം നൽകുമെന്നത് ഏറ്റവും പ്രധാനമാണ്. പ്രതിഷേധം സംബന്ധിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ചോദ്യം ചെയ്യണമെന്ന ഒരു ആവശ്യം കൂടി ഇക്കാര്യത്തിൽ ഉയർത്തിയിട്ടുണ്ട്. ഹർജിയിൽ MV ഗോവിന്ദൻ ഒഴികെയുള്ളവർക്ക് ഹൈക്കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. MV ഗോവിന്ദന് കൂടി നോട്ടീസ് നൽകണമെന്ന ആവശ്യമാണ് ഗോപകുമാർ ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും പ്രതിഷേധങ്ങൾ ശക്തമായി അവിടെ നടത്തുകയും അത് ക്യാമ്പസിന്റെ പ്രവർത്തനത്തെയും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തെയും എല്ലാം തന്നെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത് എന്നത് അതിലേറ്റവും പ്രധാനമാണ്. ശരി ജിജീഷ്. ഇനി നമുക്ക് ദേശീയ വാർത്തകളിലേക്ക് എത്താം. പ്രത്യേകിച്ച് പാർലമെന്റിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കാരണം മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും എന്ന വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം ബില്ല് ലിസ്റ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ പ്രതിപക്ഷ ബഹളം കാരണം ഇത് അവതരിപ്പിക്കാൻ കേന്ദ്രമന്ത്രിക്കായിരുന്നില്ല. അതേസമയം ഇന്നും ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ജിഷ്ണു, ഇന്നെങ്കിലും ഈ ബില്ല് അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് വരുന്ന ചോദ്യം. ഇനി മറ്റൊന്ന്, ഈ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തെളിയിച്ചതുമാണ്. അനു, ബില്ല് ഇന്നും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അനു തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അജണ്ട അനുസരിച്ചിട്ടുള്ള നടപടികളൊന്നും തന്നെ പാർലമെന്റിൽ നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ഈ കാലയളവിൽ, ഈ സമ്മേളന കാലയളവിൽ, വർഷകാല സമ്മേളനത്തിന്റെ കാലയളവിൽ 8 പുതിയ ബില്ലുകൾ, കൂടാതെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടുന്നതിനുള്ള പ്രമേയം, കൂടാതെ നിരവധി ഗൗരവമുള്ള വിഷയങ്ങളിന്മേലുള്ള ചർച്ച, കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇവയെല്ലാം തന്നെ പാർലമെന്റിൽ നടക്കേണ്ടി അതിൽ പല നടപടികളും നടത്താൻ സാധിക്കാതെ രാജ്യസഭയും ലോക്സഭയും തുടർച്ചയായി പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണ്. പക്ഷേ അതിൽ പ്രതിപക്ഷത്തിന്റെ വാദങ്ങളിൽ കഴമ്പില്ല എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അതിന്റെ സ്ഥിരീകരണങ്ങൾ, അതിന്റെ രേഖകൾ സഹിതം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യസഭയും ലോക്സഭയും പ്രതിപക്ഷം തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ വലിയ ക്രമക്കേടുകൾ നടന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്നലെയും രാജ്യസഭയും ലോക്സഭയും പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയിരുന്നു. ഇന്നും ലോക്സഭയിലും രാജ്യസഭയിലും സമാനമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതിലൊരു വൈരുദ്ധ്യമുള്ളത്, ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നു, അതിൽ അന്വേഷണം വേണം, പരാതികളുണ്ട്, അത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, അത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതും ഒപ്പം ബീഹാറിൽ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഏതെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി തന്നെ ചൂണ്ടിക്കാണിക്കാനും പരാതി നൽകാനും അവസരം നൽകിയിരുന്നു. എന്നാൽ ആ അവസരം ഉപയോഗിച്ചിട്ട് ഒരു പരാതി പോലും കോൺഗ്രസോ അല്ലെങ്കിൽ രാഷ്ട്രീയ ജനതാദളോ സമാജ്വാദി പാർട്ടിയോ മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അത്തരത്തിലൊരു പരാതി കമ്മീഷന് മുൻപിൽ ഉന്നയിക്കുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ
വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുണ്ട് എന്ന് ഔദ്യോഗികമായി ഉന്നയിക്കേണ്ട ഇടത്തിൽ അല്ലെങ്കിൽ ഉന്നയിക്കേണ്ട പ്ലാറ്റ്ഫോമിൽ അത് പ്രതിപക്ഷമോ രാഷ്ട്രീയ പാർട്ടികളോ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും നടത്തുന്ന ഈ പ്രതിഷേധങ്ങളിൽ എന്ത് വസ്തുതയാണുള്ളത്? അത്തരത്തിൽ എന്തെങ്കിലും അടിസ്ഥാനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള അവസരം ഉപയോഗിച്ചുകൊണ്ട് അതിൽ പരാതി നൽകാമായിരുന്നു. അത്തരത്തിൽ പരാതി നൽകേണ്ട ഇടങ്ങളിൽ പരാതി നൽകുകയോ അത്തരം ഒരു നടപടികളും സ്വീകരിക്കാതെ മാധ്യമ ശ്രദ്ധ നേടിയെടുക്കാനുള്ള പ്രതിഷേധമാണ് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായി ഇന്നും രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് ലോക്സഭ ബിസിനസിൽ സർബാനന്ദ സോനോവാൾ ഈ ഷിപ്പിംഗ് മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ ഭേദഗതി ബിൽ അവതരിപ്പിക്കും എന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് സാധ്യമാക്കുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. ഇടവേള. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ മാറ്റം തിരിച്ചറിയണമെങ്കിൽ ബസ്തറിലെത്തണം. കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൈയടക്കി വെച്ച ഗ്രാമങ്ങളിൽ ഇന്ന് വികസനത്തിന്റെ വെളിച്ചം എത്തിത്തുടങ്ങിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനും 78 വർഷങ്ങൾക്കിപ്പുറം ആദ്യമായാണ് ഈ മേഖലകളിൽ റോഡും പാലവും വൈദ്യുതിയും ശുദ്ധജലവും ഒക്കെ എത്തുന്നത്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ രാക്ഷസൻ കോട്ടയായിരുന്നു ദന്തേവാഡ, ബസ്തർ, സുഗമ അടക്കമുള്ള വനമേഖല. എന്നാൽ ആദിവാസി ഗ്രാമങ്ങളിലേക്കിന്ന് വികസനത്തിന്റെ കാറ്റ് വീശിക്കഴിഞ്ഞു. ആ മാറ്റങ്ങളിലേക്കാണ് ജനം TV നിങ്ങളെ കൊണ്ടുപോകുന്നത്. പട്ടിണിയുടെയും അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മയുടെയും ഒരു ഭൂതകാലമുണ്ടായിരുന്നു ബസ്തറിന്. ഒരു മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യം വേണ്ട ഒന്നും ബസ്തറിലെ ആദിവാസി ജനതയ്ക്ക് കിട്ടിയതുമില്ല. ഭയം ഭരിച്ചിരുന്ന ഗ്രാമങ്ങളിൽ ജനതാ സർക്കാരുകൾ എന്ന പേരിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരർ സ്വന്തം ഭരണ സംവിധാനം നടപ്പാക്കി പോന്നു. ജീവനിൽ പേടിയുള്ള ഒരു സർക്കാർ സംവിധാനവും അവിടേക്ക് തിരിഞ്ഞു നോക്കാതെയായി. ഇതിന് മാറ്റം വന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയതോടെയാണ്. അടിസ്ഥാന സൗകര്യ വികസനമാണ് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതെന്ന് സർക്കാർ മനസ്സിലാക്കി. അബൂജ്മത് പോലെയുള്ള ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി റോഡിലൂടെയും പാലങ്ങളിലൂടെയും ബന്ധിപ്പിച്ചു. ഇതോടെ വികസനത്തിന്റെ വെള്ളി വെളിച്ചം ഈ മാവോയിസ്റ്റ് ബാധിത ഗ്രാമങ്ങളിലേക്കും എത്തി. ഗ്രാമങ്ങളിൽ എത്തിച്ചേരാൻ സംവിധാനമില്ലാത്തതായിരുന്നു വികസനത്തിന് തടസ്സമായി നിന്നത്. സർക്കാർ ആദ്യം ചെയ്തത് എല്ലാ ആദിവാസി ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കാൻ പാലങ്ങളും റോഡുകളും നിർമ്മിക്കുക എന്നതായിരുന്നു. ഇന്ദ്രാവതി നദിക്ക് കുറുകെ കൂറ്റൻ പാലം പണിതു. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജനയിലൂടെ റോഡുകൾ പണിത് ആദിവാസി ഗ്രാമങ്ങളെ പട്ടണങ്ങളുമായി ബന്ധിപ്പിച്ചു. വികസനത്തിന് വഴിമുടക്കാൻ കമ്മ്യൂണിസ്റ്റ് ഭീകരർ അഴിച്ചുവിട്ട ആക്രമണങ്ങളെ സർക്കാർ സധൈര്യം നേരിട്ടു. പിന്നെ കണ്ടത് 4-5 വർഷം കൊണ്ട് ബസ്തറിന്റെ മുഖം മാറുന്നതാണ്. सरकार ने एक नया स्कीम लॉन्च किया, नियत नेल्लानार। ये गोंडी शब्द है और इसका आशय होता है मेरा प्यारा गांव। तो उसको लेकर के सरकार ने उस स्कीम के तहत अंदरूनी इलाकों में डेवलपमेंट के भी काम किए। अबूझमाड़ जो है वो बस्तर का सबसे रिमोट एरिया कहा जाता था। वहाँ तक भी अभी 4 ब्रिज इंद्रावती नदी में गवर्नमेंट बना रही है, जिसमें 2 ब्रिज बन गए हैं. अभी 2 ब्रिज जो है अंडर कंस्ट्रक्शन है. ഗ്രാമങ്ങളിൽ വീടുകൾ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ജൽ ജീവൻ മിഷനിലൂടെ കുടിവെള്ള കണക്ഷൻ നൽകി. വൈദ്യുതി ലൈനുകൾ വലിച്ചു. തടസ്സമുള്ളിടത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ചു. റേഷൻ കടകളെത്തി. പോസ്റ്റ് ഓഫീസും സ്കൂളുകളും അംഗനവാടികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ആദിവാസി ഗ്രാമങ്ങളിൽ ആദ്യമായി എത്തി. തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കി. ചിത്രകൂട് വെള്ളച്ചാട്ടമടക്കം മുൻനിർത്തി ടൂറിസം പ്രോത്സാഹിപ്പിച്ചു. ചെറുകിട വ്യവസായങ്ങൾ, കൃഷി, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം എന്നിവയ്ക്കായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു. ശരവേഗത്തിലാണ് ബസ്തർ കുതിക്കുന്നത്. സമ്പന്നമായ പാരമ്പര്യവും മനോഹരമായ പ്രദേശങ്ങളുമാണ് ഛത്തീസ്ഗഡിലെ ആദിവാസി ഗ്രാമങ്ങൾ ഉള്ളത്. വളർച്ചയുടെ ഗതിവേഗം വർദ്ധിക്കണമെങ്കിൽ ഇവിടെ സുരക്ഷ കൂടി കർശനമാക്കണം. അങ്ങനെയെങ്കിൽ ഇന്ത്യ പൂർണ്ണമായും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാലം വിദൂരമല്ല. ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്.
2018 പ്രളയത്തിന് ശേഷം ഓരോ മഴ പെയ്യുമ്പോഴും നമ്മുടെയൊക്കെ ഇടനെഞ്ചിൽ തീയാണ്. ഇനി കഴിഞ്ഞ വർഷത്തെ വയനാട് അനുഭവം കൂടിയായപ്പോൾ, ദുരന്തം കൂടിയായപ്പോൾ അത് ഒന്നുകൂടി മൂത്തു. ഇനി ഉത്തരകാശി കൂടി കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചോദ്യങ്ങളുണ്ട്. മഴ പെയ്യുമോ, മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്നതൊക്കെ. എന്തായാലും കൃത്യമായ കാലാവസ്ഥ മുന്നറിയിപ്പ് ഇനി AI നൽകും. മഴ പ്രവചനങ്ങൾ നൽകുന്നതിനായി കോട്ടയം കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം AI അധിഷ്ഠിത പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുകയാണ്. മൊബൈൽ ആപ്പ് വഴി ആളുകൾക്ക് വിവരങ്ങൾ അറിയാൻ കഴിയുന്ന രീതിയിലാണ് ഐ ഇൻ ദ സ്കൈ എന്ന പ്രോജക്റ്റ് തയ്യാറാക്കുന്നത്. റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ച് അവധി നൽകിയാൽ വെയിൽ, അലർട്ടുകളൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ അപ്രതീക്ഷിത പെരുമഴ. പെട്ടുപോകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. എന്നാൽ കൂടുതൽ കൃത്യവും പ്രാദേശിക വിശദാംശങ്ങൾ അടങ്ങുന്നതുമായ കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് കടക്കുകയാണ് കോട്ടയത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം. AI സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിലാണ് ഈ നീക്കം. ഉപഗ്രഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഓരോ പ്രദേശത്തെയും മുൻകാല മഴ ചരിത്രങ്ങളും പ്രകൃതി സവിശേഷതകളും അവലോകനം ചെയ്യുന്നത് AI ആണ്. മൊബൈൽ ആപ്പ് വഴി ആളുകൾക്ക് വിവരങ്ങൾ അറിയാൻ കഴിയുന്ന രീതിയിലാണ് ഐ ഇൻ ദ സ്കൈ എന്ന പ്രൊജക്ട് തയ്യാറാക്കുന്നത്. 2 മണിക്കൂർ മുമ്പേ അതാത് പ്രദേശത്തിന്റെ കാലാവസ്ഥ അറിയാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ AI എന്ന് പറയുന്നത്, AI എന്ന് ഞാൻ ജനറലായിട്ട് പറഞ്ഞെങ്കിലും മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് റിസർച്ച് ഫീൽഡിൽ വളരെയധികം ഇപ്പം ആളുകൾ റിലയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒട്ടും പുറകോട്ട് പോകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മേഘഘടന, അതുപോലെ തന്നെ മഴയുടെ പാറ്റേൺസ്, ഇതെല്ലാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനോമിനാസ് ആണ്. എപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അതിനെ കറക്റ്റായിട്ട് ക്യാരക്ടറൈസ് ചെയ്തിട്ട് ഒരു മോഡൽ ഫിറ്റ് ചെയ്തിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ അത് വളരെ എക്സ്പെൻസീവ് ആണ് കമ്പ്യൂട്ടേഷനിൽ, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ മെഷീൻ ലേണിംഗ് പോലുള്ള ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തുള്ള വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസ് നമുക്ക് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ മെഷീൻ ലേണിംഗ് ഉപയോഗിക്കാം. നമ്മുടെ ഒരു ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ഇവന്റ്സ് മിസ്സാകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇനിഷ്യലായിട്ട് അതിനെ കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ അപ്പം നിങ്ങൾ ആ മാപ്പ് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മഴ ഇപ്പം വളരെ ചെറിയ മഴ 0.1 mm അല്ലെങ്കിൽ 0.2 mm കാണിക്കുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യണമെന്നില്ല. കാരണം നമ്മൾ അതല്ല ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള ഇവന്റ് 20 mm, 25 mm, 30 mm ഒരു സ്ഥലത്ത് പെയ്യുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിൽ ക്യാപ്ചർ ആവണം. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കമ്മിങ് ഡേയ്സിൽ ഇതിന് ട്രെയിനിങ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഈവൻ സ്മോളർ റെയിൻഫോൾ കൂടിയും ബെറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മോഡലിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നൊരു പെർഫോമൻസ് ഇത് കാണിക്കുന്നുണ്ട്. പെട്ടെന്നുള്ളതും തീവ്രവുമായ മഴയെ നേരിടുന്നതിന് ജനങ്ങളെ ഇങ്ങനെ സജ്ജരാക്കാൻ കഴിയും. തീവ്രമഴ സംബന്ധിച്ചും മണ്ണിടിച്ചിൽ സംബന്ധിച്ചും സമയബന്ധിതമായ മുന്നറിയിപ്പുകൾ നൽകാൻ ദുരന്ത നിവാരണ അതോറിറ്റിക്കടക്കം ഇത് ഏറെ പ്രയോജനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഗവേഷണ വികസന ഉച്ചകോടിയിൽ ICCS ഈ പദ്ധതി അവതരിപ്പിക്കും. കൂടുതൽ സാങ്കേതിക സഹകരണത്തോടെ ഭാവിയിൽ പദ്ധതി വിപുലപ്പെടുത്താനാകുമെന്ന് ICCS വ്യക്തമാക്കി. ജനം, കോട്ടയം. വ്യാപാര പരിഷ്കരണ വിലയിരുത്തലിൽ കേരളം ഏറെ പിന്നിൽ. ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അസസ്മെന്റിൽ 70% താഴെ സ്കോറുമായി അവസാന സ്ഥാനത്താണ് സംസ്ഥാനമുള്ളത്. കേരളം ഇടം പിടിച്ചത് വികസന മോഹമുള്ള സംസ്ഥാനങ്ങളുടെ അഥവാ ആസ്പിറർ പട്ടികയിൽ മാത്രം. വ്യവസായ കേന്ദ്രീകൃത പരിഷ്കരണങ്ങളിലും വ്യക്തി കേന്ദ്രീകൃത പരിഷ്കരണങ്ങളിലും കേരളം ഏറെ പിന്നിൽ. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം റാങ്കിംഗ് നൽകുന്നില്ലെന്നും കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവസാന വിലയിരുത്തൽ നടന്നത് 2022 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് രീതി വേൾഡ് ബാങ്ക് 2020 അവസാനിപ്പിച്ചിരുന്നു എന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനം എക്സ്ക്ലൂസീവാണ് ഈ വാർത്ത. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹനൻ നൽകും. പ്രജിത്ത്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കൊന്നും അർത്ഥമില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ സംസ്ഥാനങ്ങളുടെ ഇത്തരത്തിലുള്ള വ്യവസായ സൗഹൃദ അന്തരീക്ഷവും അല്ലെങ്കിൽ വ്യാവസായിക മുന്നേറ്റവും ഒക്കെ വെച്ച് വിലയിരുത്തുന്ന ഒരു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിഷ്കരണങ്ങളും ഒക്കെ വെച്ച് വിലയിരുത്തുന്ന ഒരു റാങ്കിങ് അല്ലെങ്കിൽ ഒരു പഠനം, ഒരു വിലയിരുത്തൽ അത് ഉണ്ടായിട്ടുള്ളത് അവസാനമായി 2022. അതിനെയാണ് ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ളൊരു പഠനം നടത്തിയതായി കേന്ദ്ര സർക്കാർ പറയുന്നതിൽ കേരളത്തിൻ്റെ സ്ഥാനം സംബന്ധിച്ചിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പാർലമെന്റിൽ, ലോക്സഭയിൽ ഒരു ചോദ്യത്തിലുള്ള മറുപടിയായി കേന്ദ്ര വ്യവസായ മന്ത്രാലയം നൽകിയിരിക്കുന്ന മറുപടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിലാണ് കേരളം ഈ ഇത്തരം സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ അവസാന റാങ്കിലുള്ള പട്ടികയിലാണ്. അതായത് 4 തരത്തിലുള്ള പട്ടിക ഗണങ്ങളിലേക്ക് ഈ സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രം തിരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഫോർ ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് അത് തിരിച്ചിരിക്കുന്നു. വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനത്തിലാണ് ഇത്തരത്തിൽ 4 രീതിയിലേക്ക് സംസ്ഥാന
സംസ്ഥാനങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ടോപ്പ് അച്ചീവേഴ്സ് എന്ന് പറയുന്നു, 90% സ്കോർ ലഭിക്കുന്നവർ. രണ്ടാമത്തത് അച്ചീവേഴ്സ്, 80-നും 90% ഇടയിലും മാർക്ക് ലഭിക്കുന്നവർ. മൂന്നാമത്തവർ ഫാസ്റ്റ് മൂവേഴ്സ്, അതായത് 70-നും 80% ഇടയിൽ മാർക്ക് ലഭിക്കുന്നവർ. നാലാമത്തെ പട്ടികയാണ് അസ്പയറേഴ്സ് എന്ന് പറയുന്ന 70%-നും താഴെ മാത്രം സ്കോർ ലഭിച്ച സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടികയിൽ. ഇങ്ങനെ ഈ 70% മാർക്ക് സ്കോർ ലഭിച്ചതിന് താഴെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളവും ഉള്ളത് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. അതായത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ വ്യവസായ സൗഹൃദ അന്തരീക്ഷവും മറ്റും കണക്കാക്കാനുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ വ്യവസായ മുന്നേറ്റത്തിന് സഹായിക്കുന്ന സർക്കാരിൻ്റെ രീതിയിലുള്ള ഇടപെടലുകൾ, അത് ബിസിനസ് പരമായിട്ടുള്ള പരിഷ്കരണങ്ങൾ, വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള നിയമപരിഷ്കരണങ്ങൾ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളിലേക്ക്, അതോടൊപ്പം തന്നെ ഒരു സംസ്ഥാനത്തിൽ പുതിയ വ്യവസായങ്ങൾ, ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാനുള്ള അതിനുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വിവിധ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ പട്ടികയിലാണ് ഇത്തരം ഒരു കേരളം ഏറ്റവും അവസാന പട്ടികയിലേക്ക്, അതായത് 70%-ലും സ്കോർ താഴെയുള്ള പട്ടികയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കണക്കെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഈ വിലയിരുത്തലിൻ്റെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അസസ്മെൻറ്റിനെ നമുക്ക് ചെറുതായി ബ്രാപ്പ് റാങ്കിങ് എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോൾ ആ റാങ്കിങ്ങിൽ പോലും കേരളം ഏറ്റവും അവസാന പട്ടികയിലാണ് നിലവിലുള്ളത് എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിൻ്റെയും മറ്റുമൊക്കെയുള്ള വലിയ വാദങ്ങൾ അത് പൊള്ളത്തരമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന കണക്കുകൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് വികസന പദ്ധതികളൊക്കെ മുടങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ അത് കൃത്യമായി കേരളത്തിൽ നടപ്പിലാകാത്തത്, വലിയ വേഗം കുറയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. സമാനമായൊരു കാര്യം അല്ലെങ്കിൽ സമാനമായൊരു അന്തരീക്ഷം സംസ്ഥാനത്തെ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട, വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുന്നോട്ട് പോകലുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നതിൽ. കേന്ദ്രം കുറച്ചുകൂടി വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ രണ്ട് തരത്തിലുള്ള പഠനങ്ങളാണ് കേന്ദ്രം നടത്തിയത്. ഒന്ന്, ഈ B2G എന്ന് പറയുന്ന ബിസിനസ് സെൻട്രിക് റിഫോംസിനെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയിരിക്കുന്നു. അതിലും കേരളം ഈ പറയുന്ന രീതിയിൽ 70%-ൽ താഴെ മാത്രം മാർക്കാണ് നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൗരകേന്ദ്രീകൃതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ പറയുന്ന C2G എന്ന് പറയുന്ന സിറ്റിസൺ സെൻട്രിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു പട്ടികയുണ്ട്. അതിലും കേരളം 70%-ലും താഴെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കണക്ക്. മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങളിലൊക്കെ കണക്കുകളിലൊക്കെ ചെറിയ വ്യത്യാസം വരുമ്പോൾ കേരളം രണ്ടിടത്തും ഈ പറയുന്ന 70% സ്കോറിന് താഴെയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇനി 2022 അവസാനമായി ഇത്തരമൊരു സ്കോറിങ്ങും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വിലയിരുത്തലുമൊക്കെ നടന്നത്. അതിനുശേഷം ഈ ബ്രാപ്പ് ടെസ്റ്റിംഗ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റ് നടന്നിട്ടില്ല. 2024 കേന്ദ്രീകരിച്ചുള്ള ഒരു അസസ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളത് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത്തരമൊരു പഠനം ഇതുവരെയും നടന്നിട്ടില്ല. ഇതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേരത്തെ കേരളത്തിൽ വ്യവസായ മന്ത്രി അടക്കം കേരളത്തിന് വലിയ റാങ്ക് ലഭിച്ചു, കേരളം ഒന്നാമതെത്തി, അല്ലെങ്കിൽ കേരളം വലിയ മുന്നേറ്റം നടത്തിയതിനൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയ അത്തരമൊരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ പറഞ്ഞ ഒരു റാങ്കിങ് കേരളത്തിലോ അല്ലെങ്കിൽ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലോ നടക്കുന്നില്ല എന്നുള്ളതും രാജ്യത്ത് ഈ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തേണ്ട പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റേണൽ ട്രേഡ് എന്ന് പറയുന്ന സംവിധാനവും ഇത്തരത്തിലുള്ള ഒരു പഠനങ്ങളും നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അവസാനമായി ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനവും അതിൻ്റെ ഒരു അസസ്മെൻറ്റും ഒക്കെ നടത്തിയത് വേൾഡ് ബാങ്കാണ്. അത് 2020 അത് അവസാനിച്ചു എന്നുള്ള കാര്യവും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ പട്ടികയിലും കേരളം പിന്നോട്ട് പോകുമ്പോൾ വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അവകാശപ്പെടുന്ന രീതിയിൽ കേരളത്തെ വ്യവസായങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ, വൻകിട വ്യവസായങ്ങളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് കൂടുതൽ പരിഷ്കരണങ്ങളും കൂടുതൽ നിയമങ്ങളിലൊക്കെയുള്ള കൂടുതൽ ഇളവുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങൾ കൂടുതൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമാക്കി കേരളത്തെ മാറ്റി എന്ന് പറയുന്നതിലൊക്കെ അർത്ഥമില്ല എന്നുള്ളത് കൂടിയാണ് ഈ റാങ്കിങ് അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ കണക്കുകൾ, പുതിയ പട്ടിക പുറത്തു വരുന്നതോടുകൂടി വ്യക്തമാകുന്നത്. അനു, ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വിശ്വസാഹിത്യകാരൻ രവീന്ദ്രനാഥ് ടാഗോറിന്റെ 84ാം സ്മൃതി ദിനം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ജനം ടിവിയുടെ ശതകോടി പ്രണാമം. ഇന്ന് വിശ്വസാഹിത്യകാരൻ രവീന്ദ്രനാഥ ടാഗോറിന്റെ 84ാം സ്മൃതി ദിനം. ഗുരുദേവ് എന്നറിയപ്പെട്ട ബംഗാളി കവി, സാഹിത്യം, കവിത, സംഗീതം, കല എന്നിവയിലെല്ലാം ശ്രദ്ധേയമായ സംഭാവന നൽകിയ, ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന ഭാരതീയ സാഹിത്യകാരൻ, സാമൂഹിക പരിഷ്കർത്താവ്, തത്വചിന്തകൻ. 1861 മെയ് 7 കൊൽക്കത്തയിലെ പീരലി ബ്രാഹ്മണ വംശത്തിൽ ദേവേന്ദ്രനാഥ ടാഗോറിന്റെയും ശാരദാദേവിയുടെയും മകനായി ജനിച്ചു. ബംഗാളി നവോത്ഥാനത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു ടാഗോർ.
പരമ്പരാഗത ക്ലാസ് റൂം അധ്യാപനത്തിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ച് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ദീർഘവീക്ഷണമുള്ള ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചതിനാൽ ജോലിക്കാരാണ് ടാഗോറിനെ നോക്കിയിരുന്നത്. 11-ാം വയസ്സിൽ ഉപനയനത്തിന് ശേഷം ടാഗോർ തന്റെ പിതാവിനൊപ്പം മാസങ്ങൾ നീണ്ട ഭാരത പര്യടനത്തിന് തിരിച്ചു. ഈ യാത്രയിൽ അവർ കുടുംബത്തോട്ടമായ ശാന്തിനികേതനും അമൃത്സർ വഴി ഹിമാലയ സാനുക്കളിലെ ഡൽഹൌസി സുഖവാസ കേന്ദ്രത്തിലും എത്തി. ഇവിടെ വച്ച് ടാഗോർ വിവിധ ജീവചരിത്രങ്ങൾ, ചരിത്രം, ആഗോളശാസ്ത്രം, ആധുനിക ശാസ്ത്രം, സംസ്കൃതം, കാളിദാസ കൃതികൾ എന്നിവ പഠിച്ചു. തിരികെ വന്ന ടാഗോർ സ്കൂളിൽ പോയി പഠിക്കാൻ താൽപ്പര്യം കാണിച്ചില്ല. അധ്യാപകർ വീട്ടിൽ വന്നാണ് ടാഗോറിനെ പഠിപ്പിച്ചത്. അഭിഭാഷകനാകണമെന്ന മോഹത്തോടെ ടാഗോർ ഇംഗ്ലണ്ടിലെ സർവകലാശാലയിൽ ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാതെ മടങ്ങി. 1890-ൽ ടാഗോർ ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള ഷിലൈഥ എന്ന സ്ഥലത്തുള്ള തന്റെ കുടുംബസ്വത്ത് ഏറ്റെടുത്തു. അവിടെ പത്മ എന്ന പത്തേമാരിയിൽ താമസിച്ച ടാഗോർ നാട്ടുകാർക്കിടയിൽ ജമീന്ദാർ ബാബു എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ടാഗോറിന്റെ സാധനാ കാലഘട്ടം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സാഹിത്യപരമായി ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം മികച്ച കാലഘട്ടമായിരുന്നു ഇത്. കവിത, നോവലുകൾ, ചെറുകഥകൾ, ഉപന്യാസങ്ങൾ തുടങ്ങിയ അദ്ദേഹത്തിന്റെ സാഹിത്യകൃതികൾ ലോകമെമ്പാടുമുള്ള സാഹിത്യകാരന്മാർക്ക് പ്രചോദനം നൽകുന്നതായിരുന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ കവിതാ സമാഹാരമായ ഗീതാഞ്ജലി 1913-ൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനത്തിനർഹമായി. ഭാരതത്തിന്റെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ടാഗോറാണ്. അതുപോലെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമാർ ഷോണാർ ബംഗ്ലയും രവീന്ദ്രനാഥ ടാഗോറിന്റെ രചനയാണ്. 1901-ൽ ടാഗോർ ഷിലൈഥ വിട്ട് പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിൽ താമസമാരംഭിച്ചു. അവിടെ വെണ്ണക്കല്ല് പതിച്ച പ്രാർത്ഥനാമുറിയുള്ള ഒരു ആശ്രമവും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വിദ്യാലയവും പുഷ്പവൃക്ഷത്തോട്ടങ്ങളുള്ള ഒരു വായനശാലയും അദ്ദേഹം സ്ഥാപിച്ചു. പക്ഷേ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി വലിയ ദുഃഖം അനുഭവിക്കേണ്ടിയും വന്നു. അദ്ദേഹത്തിന്റെ പിതാവും ഭാര്യയും 2 കുട്ടികളും മരണമടഞ്ഞു. ഈ കൊടിയ ദുഃഖത്തിനിടയിലും അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏകപക്ഷീയമായി തീരുമാനിച്ചു നടപ്പിലാക്കിയ ബംഗാൾ വിഭജനത്തിന് എതിരായി 1905-ൽ ആരംഭിച്ച സംഘടിത പ്രക്ഷോഭത്തിൽ ഭാഗഭാക്കായി. പിന്നീട് അദ്ദേഹം രോഗശയ്യയിലുമായി. 1941 ഓഗസ്റ്റ് 7-ന് തന്റെ ജന്മഗൃഹമായ ജൊറസങ്കോവിൽ വച്ച് രബീന്ദ്രനാഥ ടാഗോർ ഈ ലോകത്തോട് വിട പറഞ്ഞു. രബീന്ദ്രനാഥ ടാഗോറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശതകോടി പ്രണാമം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് എത്താം. വ്യാജ നുണപ്രചരണങ്ങൾക്ക് മറുപടിയുമായി സദാനന്ദൻ മാസ്റ്റർ MP കാലം മാറിയെന്ന് CPM മനസ്സിലാക്കണം. കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടതിന്റെ മനസംഘർഷത്തിലാണ് CPM തനിക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തുന്നത്. തളർത്താൻ നോക്കിയവർക്ക് മുൻപിൽ മുട്ടിലിഴഞ്ഞിട്ടില്ല എന്നും ആദർശം നൽകുന്ന കരുത്തിൽ നിവർന്നു നിൽക്കുകയാണെന്നും സദാനന്ദൻ മാസ്റ്റർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ആരായേണ്ടതുണ്ട്. MP ആണ് സദാനന്ദൻ മാസ്റ്റർ, ഇപ്പോൾ ഡൽഹിയിലുമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ. ജിഷ്ണുവിലേക്ക്. അനു, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സദാനന്ദൻ മാസ്റ്റർ MP ഇത്തരത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് സദാനന്ദൻ മാസ്റ്ററുടെ അക്രമവുമായി ബന്ധപ്പെട്ട കേസിൽ CPM പ്രവർത്തകരെ അവരുടെ കോടതി ശിക്ഷിക്കുകയും ആ ശിക്ഷയുടെ നടപ്പാക്കുന്നത് 30 വർഷങ്ങൾക്ക് ശേഷം ആ പ്രതികൾക്ക് കീഴടങ്ങേണ്ടി വന്നിരുന്നു. പക്ഷേ അവരെ വീരോചിതമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുണ്യപ്രവർത്തനങ്ങൾക്ക് പോകുന്ന ആളുകളെ പോലെ യാത്ര അയക്കുന്ന CPM നേതൃത്വത്തെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ ആ പ്രതികൾ ജയിലിലേക്ക് പോകുന്ന വേളയിലാണ് വലിയ പ്രചാരണങ്ങൾ സദാനന്ദൻ മാസ്റ്റർക്കെതിരെ കഴിഞ്ഞ ദിവസം CPM നേതാക്കളും ഒപ്പം കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും നടത്തിയിട്ടുള്ളത്. അതിനെതിരെയുള്ള മറുപടിയാണ് സദാനന്ദൻ മാസ്റ്റർ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മാഷ് തന്നെ നമ്മോടൊപ്പം ഉണ്ട്. മാഷ് നമസ്കാരം. എന്താണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൃത്യമായി കാലം മാറിയെന്ന് CPMനെ ഓർമ്മിപ്പിക്കുകയാണോ?
തീർച്ചയായിട്ടും ഇത്തരം തിരിച്ചടികൾ CPM-നെ സംബന്ധിച്ച് പുതിയതല്ല. പലപ്പോഴും അവർ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തികൾ സമൂഹത്തിൽ അവർക്കെതിരെയുള്ള വികാരം ജനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം 30 വർഷത്തിന് ശേഷമാണ് നീതി ലഭിക്കുന്നത്. എൻ്റെ നേരെ നടന്ന ആക്രമണത്തിൻ്റെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത പ്രതികളൊക്കെ ജയിലിൽ പോവുക എന്നുള്ളത് 3 ദശാബ്ദ കാലത്തിന് ശേഷമാണ്. അപ്പോൾ അത് സാധാരണ നിലയ്ക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും ഈ അക്രമ രാഷ്ട്രീയത്തിന് പരിഷ്കൃത സമൂഹത്തിൽ സ്ഥാനമില്ലെന്ന് തിരിച്ചറിയേണ്ടത് CPM-ആണ്. പക്ഷെ അതിന് പകരം അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും അവരുടെ പ്രവൃത്തിയുടെ ഫലമായി ദുരിതമനുഭവിക്കുന്ന ആളുകളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുകയും ഇപ്പം സദാനന്ദൻ മാഷ് 2 കാലും വെട്ടിമാറ്റപ്പെട്ട അവസ്ഥയിൽ ഉണ്ട് എന്ന സത്യം ജനങ്ങൾക്കറിയാം. പക്ഷെ അയാൾ അതിന് അർഹനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏറ്റവും നിന്ദ്യമായ പരിശ്രമമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാനിതൊരു ചർച്ചയാക്കണമെന്ന് ആഗ്രഹിച്ചതേ അല്ല. അപ്പോൾ എനിക്ക് രാജ്യസഭാംഗമായി രാഷ്ട്രപതിയുടെ പ്രഖ്യാപനം വന്നതോടുകൂടി ഒരുപക്ഷെ അവർ മാനസികമായി ആകെ വല്ലാത്തൊരു വിഭ്രമത്തിലായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതും അണികളിൽ ഉണ്ടാകുന്ന ഈ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയുള്ള വികാരമോ വഴിതിരിച്ചു വിടാനൊക്കെയുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ട് വലിയ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി നുണ പ്രചരിപ്പിക്കുകയാണ്. ഞാൻ ഇത് എനിക്ക് അതായത് കണ്ണൂരിലെ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് മാഷാണെന്നാണ് വലിയ പ്രചാരണം നടത്തുന്നത്. അതെ, തീർച്ചയായിട്ടും എന്നെ അത്ഭുതപ്പെടുത്തിയത് അവരുടെ നിയന്ത്രണത്തിലുള്ള ചാനൽ ഒരു 4.5 മിനിറ്റ് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആ നിലയ്ക്ക് അന്ന് തന്നെ കൊലപാതകങ്ങളുടെ ബുദ്ധി കേന്ദ്രമാണ്, ഗുണ്ടാ നേതാവാണ് എന്നൊക്കെയുള്ള തരത്തിൽ മര്യാദയുടെ സീമ ലംഘിച്ചുകൊണ്ടുള്ള അവരുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതുപോലെ അവരുടെ പത്രത്തിൽ ഇങ്ങനെയൊരു ആളിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് വഴി ഇത് വലിയ വ്യവഹാരത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്, സദാനന്ദൻ മാഷ് കോടതി കയറേണ്ടി വരും എന്നൊക്കെയുള്ള വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ്. എന്നാൽ അതോടുകൂടി അവസാനിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ എന്നെ ആക്രമിച്ച കേസിലെ പ്രതികൾ ജയിലിൽ പോകേണ്ട സാഹചര്യം വന്നപ്പോൾ ഒന്നുകൂടി അവരതിന് മൂർച്ച കൂട്ടുകയാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ വന്നപ്പോൾ ഇതിന് മറുപടി പറയാതെ തരമില്ല എന്ന് വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. വളരെ വലിയ പ്രതികരണം അതിനുണ്ടാകുന്നുണ്ട്. എന്നെ പലരും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾ വരെ കുറച്ച് പേര് ഇത് വായിച്ചിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഒരുപക്ഷെ ഇനിയും ഇതുപോലുള്ള നുണപ്രചരണങ്ങൾ വന്നേക്കാം, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി എങ്ങനെയായാലും ശരി, അവരേത് നുണപ്രചരണം നടത്തിയാലും അതിന് സത്യസന്ധമായ മറുപടി പറയാൻ ഞാൻ സന്നദ്ധനാണ് എന്നുകൂടി അവസരത്തിൽ സൂചിപ്പിക്കുക. അതായത് ഇപ്പോൾ MP ആയി തെരഞ്ഞെടുത്ത ശേഷം മാഷിന്റെ പല പ്രതികരണങ്ങളും പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനില്ല, ഇനി മുൻപോട്ടാണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. പിന്നീടും ഇത്തരത്തിൽ ഈ പഴയ കാര്യങ്ങൾ വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നത് അത് CPM-ന് മുൻപോട്ടുള്ളൊരു മറുപടി നൽകാൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സമയത്തൊക്കെ വന്ന മാധ്യമ പ്രവർത്തകരായ സഹോദരങ്ങളോടും പൊതുസമൂഹത്തോടൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിക്കിച്ചികഞ്ഞെടുത്ത് ചർച്ച ചെയ്ത് വീണ്ടും ഒരു പ്രശ്നം അസ്വസ്ഥത ഉണ്ടാക്കരുത് എന്നാണ്. പക്ഷെ അവരായിട്ടത് സമ്മതിക്കുന്നില്ല. അവർ വീണ്ടും അവർക്ക് പറ്റിയ അബദ്ധം അംഗീകരിച്ച് ഇനി മേലിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള കരുതലെടുക്കുന്നതിന് പകരം അവർ ചെയ്തതൊക്കെ ശരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏറ്റവും മോശമായൊരു സമീപനമാണ്. അത് പ്രതിരോധിക്കാതെ വയ്യ. അപ്പോൾ ഇനിയും ഇത്തരം കള്ളപ്രചരണങ്ങളുമായി അവർ വരികയാണെങ്കിൽ നിവർന്നു നിന്ന് സത്യം പറയാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. ഞാനത് ചെയ്യാൻ സന്നദ്ധനുമാണ് വേണ്ടി വന്നാൽ. അത് ഇനി അങ്ങനെ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാവും. ആശയം കൊണ്ടുള്ള പോരാട്ടമാണ് വേണ്ടത് എന്ന് ഊന്നി പറയാറുണ്ട് എൻ്റെ പ്രസ്ഥാനവും ഞാനും ഒക്കെ ഇത് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ആശയം കൊണ്ട് അങ്ങനെ നമുക്കൊരു സമരം നടത്തി നോക്കാം. അതായത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വരികൾ എന്നത് തളർത്താൻ ശ്രമിച്ചവർക്ക് മുൻപിൽ മുട്ടിലെറിഞ്ഞിട്ടില്ല, ആദർശം നൽകിയിട്ടുള്ള കരുത്തോടെ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണെന്നാണ്. അതെ, എൻ്റെ നേരെ ഈ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് ആ നിലക്കൊരു പ്രചരണം അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊന്നും പറയാത്തതാണ്. അതായത് ഇയാളെ ഇനി നിവർന്നു നിൽക്കാൻ അനുവദിക്കില്ല, വികലാംഗ പെൻഷൻ വാങ്ങിക്കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു വല്ലാത്തൊരു പക എന്നോടുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് സാധിച്ചില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ആദർശത്തിൻ്റെ ബലത്തിൽ, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കരുത്തിൽ, എനിക്ക് ലഭിക്കുന്ന പിന്തുണയുടെ ഒരു ശക്തിയിൽ ഞാൻ നിവർന്നു നിൽക്കും, നെഞ്ചു വിടർത്തി തന്നെ നിൽക്കും. ഇനിയും അങ്ങോട്ട് സമൂഹത്തിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും. എൻ്റെ ആദർശത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഉതകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ജനസേവനത്തിലൂടെ, അതെല്ലാം ഞാൻ ചെയ്യും.
ഒരു കാര്യം കൂടി, ഇപ്പോൾ മാഷിന്റെ കാര്യം മാത്രമല്ല, CPM രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ അവർ സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടതാണ്, അവരെ മാറ്റി നിർത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെടേണ്ടവരാണ്, അവർ കൊല്ലപ്പെടേണ്ടതാണെന്നൊരു നരേഷൻ സൃഷ്ടിക്കാൻ എപ്പോഴും ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ CPM ഉപയോഗപ്പെടുത്തുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ അവരുടെ ആക്രമണത്തിന് വിധേയരാകുന്ന, ഇനി കൊല്ലപ്പെടുന്നവരാവട്ടെ, ഇനി അല്ലെങ്കിൽ മറ്റു തരത്തിൽ ആക്രമണത്തിന് വിധേയരാകുന്നവരാവട്ടെ, ഇതൊക്കെ അവർ ഞങ്ങൾക്ക് ചെയ്യേണ്ടതാണ് എന്നൊരു തോന്നൽ അവരെ നയിക്കുന്നുണ്ട്. അതവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ്. നമുക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് ആശയത്തെ, മാർക്സിസ്റ്റ് ആശയത്തെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും അറിയാം മനുഷ്യത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ജനം എന്ന് പറയുന്നത് അവരോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമാണ്. നാട്ടുകാർ എന്നൊക്കെ അവർ പ്രയോഗിക്കും. ആ നാട്ടുകാരെന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർ മാത്രമാണ്. അങ്ങനെ അല്ലാത്തവരൊക്കെ ശത്രുപക്ഷത്താണ്. ആ ശത്രുപക്ഷത്തുള്ള ആളുകളെ ഏത് വിധേനയും ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ അവസാനിപ്പിക്കുക എന്നൊരു രീതിയാണ് അവർ അവലംബിക്കുന്നത്. അത് ഈ സമൂഹത്തിനൊട്ടും ചേർന്നതല്ലെന്ന് അവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ഇതിനൊക്കെ മാറ്റം വരിക എന്നാണ് വിശ്വാസം. ഓക്കെ, വളരെയധികം നന്ദി മാഷ പ്രതികരണത്തിന്. CPM-ന്റെയും മറ്റ് നുണപ്രചരണങ്ങൾക്കും വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ ഇനി മുൻപോട്ട് അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തുകൊണ്ട് തന്നെ പോകും എന്നുള്ളതാണ് സദാനന്ദൻ മാസ്റ്റർ MP വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ആദ്യം അദ്ദേഹം MP ആയി തെരഞ്ഞെടുത്തത് മുതൽ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ ജനൻ TV ഉൾപ്പെടെ സംപ്രേഷണം ചെയ്തിരുന്നു. നമ്മൾ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞത് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഇനി സംസാരിച്ച ആ ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഓർമ്മകളിലേക്ക്, അത് മുൻപോട്ട് പ്രശ്നങ്ങളിലേക്ക് ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പകരം മുൻപോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് MP എന്നുള്ള രീതിയിൽ സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന പ്രതികരണമായിരുന്നു സദാനന്ദൻ മാസ്റ്റർ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾക്കാണ് അദ്ദേഹം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇപ്പോൾ ജനൻ TV-യിലൂടെയും മറുപടി നൽകിയിട്ടുള്ളത്. നുണപ്രചരണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി നൽകും. CPM-ന്റെ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാകും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അനു, ശരി, ഇടവേള. തലസ്ഥാന ജില്ലയിലുള്ളവർക്കറിയാം ഏറ്റവും അധികം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന നിരവധി മേഖലകളുണ്ട് തിരുവനന്തപുരത്ത്. അതിലേറ്റവും പ്രധാനം തമ്പാനൂരും കിഴക്കേക്കോട്ടയും തന്നെയാണ്. കിഴക്കേക്കോട്ടയുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. കാരണം ഗതാഗത പ്രശ്നം ഏറ്റവും രൂക്ഷമാണ് അവിടെ. ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈസ്റ്റ് ഫോർട്ടിലാണ്. എന്ന് മാത്രമല്ല, സിറ്റി ബസ് എല്ലാം സർവീസ് നടത്തുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ എവിടേക്ക് ഏതൊക്കെ ബസ് എങ്ങോട്ടൊക്കെ പോകുമെന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല. കാൽനട യാത്രക്കാർക്ക് കഷ്ടം. ഇനി ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവരുടെ കാര്യവും പറയേണ്ട. ജീവൻ കയ്യിൽ വെച്ചാണ് ഇവരൊക്കെ അവിടെ അതുവഴി വാഹനം ഓടിക്കുന്നത് എന്ന് സാരം. എന്തായാലും ഒരിക്കലെങ്കിലും അവിടെ പോയവർക്ക് നിജസ്ഥിതി നേർക്കാഴ്ചയിലൂടെ വ്യക്തമാകുമെന്നതിൽ തർക്കമില്ല. എന്തായാലും ഈ പ്രശ്നത്തിൽ, ഗതാഗത പ്രശ്നത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ട്രാഫിക് കുരുക്കും അപകടങ്ങളും ഒഴിവാക്കുന്നതിനായുള്ള നടപടികൾ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ മാറ്റി സ്ഥാപിക്കണമെന്ന കോടതി ഉത്തരവിൽ പ്രതീക്ഷ വെച്ച് തലസ്ഥാന നിവാസികളായ ഹർജിക്കാർ ഉണ്ട്. ആ ഹർജിക്കാർ റെപ്രസെൻ്റ് ചെയ്യുന്നത് തലസ്ഥാനത്ത് താമസിക്കുന്നവരും അല്ലെങ്കിൽ ഇവിടെ വരുന്നവരുമായി എല്ലാവരെയും കൂടിയാണ് എന്നും പറയേണ്ടി വരും. ടിൻഡു ദാസ് ചേരുന്നു വിവരങ്ങളുമായി. ടിൻഡു. അനു, തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കിഴക്കേക്കോട്ട എന്ന് പറയുന്നത്. കിഴക്കേക്കോട്ട ജംഗ്ഷനിൽ അല്ലെങ്കിൽ കിഴക്കേക്കോട്ട ജംഗ്ഷനിലെ ഈ തിരക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. കാരണം നമുക്കറിയാം, കിഴക്കേക്കോട്ടയിലെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ വാഹനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഇവിടെ ഉണ്ടാകുന്ന മറ്റ് തിരക്കുകളിൽ മതിയായ പോലീസ് ഉദ്യോഗസ്ഥരില്ല. ഇതൊക്കെയാണ് കിഴക്കേക്കോട്ടയിലെ പ്രധാന പ്രശ്നം. കഴിഞ്ഞ 6 മാസത്തെ ഒരു കണക്കൊക്കെ എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ നടന്ന മരണങ്ങൾ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മരിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഒരു കാൽനട വഴിയാത്രക്കാരി മരിച്ചിട്ടുണ്ട്. ബസ്സുകളുടെ മത്സര ഓട്ടങ്ങൾക്കിടയിലും തിരക്കുകൾക്കിടയിൽപ്പെട്ട് നിരവധി മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ കിഴക്കേക്കോട്ടയിൽ നിന്നും ദിവസം 800ഓളം KSRTC ബസ്സുകൾ. ഈ മരണങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് കൂടി വ്യക്തമാക്കണം ടിൻഡു. വെറുതെ അങ്ങ് തട്ടി മരിക്കുകയായിരുന്നില്ല. 2 ബസ്സുകൾക്കിടയിൽ ഞെരുങ്ങിയൊക്കെ മരണം സംഭവിച്ച ഒരിടം കൂടിയാണ്.
തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഈ ബസ്സുകളുടെ തിരക്ക്, ബസ്സുകളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഓട്ടം, അതോടൊപ്പം തന്നെ ഈ വ്യക്തമായിട്ടുള്ള ട്രാഫിക് നിയമങ്ങളോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെ വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. KSRTC ബസ്സിനും പ്രൈവറ്റ് ബസ്സിനും ഇടയിൽപ്പെട്ട ഒരു കാൽനടക്കാരൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മരിക്കുക, അത് ഞെരുങ്ങിയാണ് മരിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് സംഭവിച്ചത്. ഹൈക്കോടതി പറയുന്ന നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. ഒരു ദിവസം കിഴക്കേക്കോട്ടയിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആളുകൾ ഈ നഗരത്തിൽ പുറത്തു നിന്നും തീർത്ഥാടകരായിട്ടും കാൽനടക്കാരായിട്ടൊക്കെ 1 ലക്ഷത്തിലധികം ആളുകൾ കിഴക്കേക്കോട്ട നഗരത്തിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ പോകാനായിട്ടും ക്രോസ് ചെയ്യാനുമായിട്ടുള്ള സംവിധാനങ്ങൾ, റോഡ് ക്രോസ് ചെയ്യാനുമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. പ്രധാനപ്പെട്ട 2 തീർത്ഥാടന ക്ഷേത്രങ്ങളുള്ള ഒരു നഗരവും കൂടിയാണ് കിഴക്കേക്കോട്ട എന്നുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അതോടൊപ്പം തന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും ആഴിമല ക്ഷേത്രത്തിലേക്കുമുള്ള ബസ് സർവീസുകൾ ആരംഭിക്കുന്നതും കിഴക്കേക്കോട്ടയിൽ നിന്നാണ്. തിരുവനന്തപുരം നഗരത്തിൽ അർബൻ ടു അർബൻ സർവീസും അതോടൊപ്പം തന്നെ അർബൻ ടു റൂറൽ സർവീസുകളും ആരംഭിക്കുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്നാണ്. 800-ലധികം KSRTC സർവീസുകൾ രാവിലെ മുതൽക്ക് തന്നെ കിഴക്കേക്കോട്ടയിൽ നിന്നും സർവീസ് ആരംഭിക്കുന്നുണ്ട്. 100-ലധികം പ്രൈവറ്റ് ബസ്സുകളുടെ സർവീസുണ്ട്, സ്വകാര്യ വാഹനങ്ങളുണ്ട്, ഓട്ടോ സ്റ്റാൻഡുകളുണ്ട്, ടാക്സി സ്റ്റാൻഡുകളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇത്ര മാത്രമാണ്. ഈ കാൽനടക്കാർക്ക് സഞ്ചരിക്കാനായിട്ട് റോപ്പ് വേ സംവിധാനമുള്ള നടപ്പാതകൾ നിർമ്മിക്കുക, അതോടൊപ്പം തന്നെ പഴവങ്ങാടി ക്ഷേത്രത്തിന് സമീപവും അതോടൊപ്പം തന്നെ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപവും കാൽനടക്കാർക്ക് പോകാനുള്ള ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുക, അതോടൊപ്പം തന്നെ ഈ മതിയായിട്ടുള്ള ട്രാഫിക് ജീവനക്കാരെ ഇത്തരത്തിൽ നിയമിക്കുക. പ്രധാനപ്പെട്ട സ്കൂളുകൾ 5-ലധികം സ്കൂളുകളിലെ കുട്ടികൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട നഗരത്തിൽ നിന്നും രാവിലെ ബസ് കയറാനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് മതിയായിട്ടുള്ള സുരക്ഷ നൽകുക. ഈ ജംഗ്ഷനിൽ നിന്നും മാറി ആളുകൾക്ക് അല്ലെങ്കിൽ വരുന്ന തീർത്ഥാടകർക്കും അതോടൊപ്പം തന്നെ പുറത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കും സ്വദേശികൾക്കുമായിട്ടുള്ള ആളുകൾക്ക് വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുക. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയും അതോടൊപ്പം പോലീസും സംയുക്തമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഉണ്ടാകുന്ന വീഴ്ച അല്ലെങ്കിൽ അത്തരത്തിൽ അവരിലുണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ കിഴക്കേക്കോട്ട നഗരത്തിൽ ഈ തിരക്കുകൾ വർദ്ധിക്കാനായിട്ടും അതോടൊപ്പം തന്നെ ഈ അപകടങ്ങൾ പതിവായിട്ടുണ്ടാകാനുമായിട്ടുള്ള. കാരണം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നിരവധി വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ, മറ്റ് സർക്കാർ കോളേജ് ഓഫീസ് സമയമാണ്, എല്ലാവരും തിരക്കിലായിരിക്കും. എങ്കിലും പ്രതികരണങ്ങൾ കൂടി എടുത്താൽ നന്നാകും ടിൻഡു. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇടങ്ങൾ ഉള്ളവർ മാത്രമല്ല, അന്യ സംസ്ഥാനക്കാർ കൂടി കൂടുതൽ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രം അടുത്താണ്. കിഴക്കേക്കോട്ടയിലെത്താതെ അവിടേക്ക് പോകാനും കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും പറയാനുണ്ടാവും എന്തെങ്കിലുമൊക്കെ. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തേടേണ്ടതായിട്ടുണ്ട്. സ്ഥിരം ഇവിടെ പ്രധാനമായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാണുന്നത് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആളുകളാണ്, ഇവിടുത്തെ സ്ഥിരമായിട്ടുള്ള ഓട്ടോ സർവീസിലുള്ള ആളുകളാണ്. ഈ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കിഴക്കേക്കോട്ടയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്, ഈ ബസ് അപകടങ്ങൾ നടക്കുന്നത് ഈ ഭാഗത്താണ്. തിരക്ക് ഒരു പ്രധാന പ്രശ്നമാണ്. പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ടും ഒരു നിരത്തിങ്ങ് പിടിച്ചേക്കും. ഒരു ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിവർത്തിയില്ല. കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഏത് സമയം നോക്കിയാലും ഈ സൈഡ് ബ്ലോക്കാണ്. കാരണം ബസ്സുകൾ അനധികൃതമായി ബസ്സുകൾ കൊണ്ട് പാർക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്. KSRTC പ്രൈവറ്റ് പ്രധാന പ്രശ്നം ട്രാഫിക് നിയന്ത്രിക്കാൻ. ഇപ്പോൾ ഈ രാവിലെ ആണെങ്കിൽ നിരവധി വിദ്യാർത്ഥികളും ഒക്കെ പോകുന്നു. അപ്പോൾ ട്രാഫിക് നിയന്ത്രിക്കാൻ മതിയായിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ എവിടെയുണ്ട്? ഉണ്ടെങ്കിൽ അവർ പറഞ്ഞാലും കേൾക്കൂല. പ്രൈവറ്റ് ബസ്സാണ് ഏറ്റവും കൂടുതൽ റോഡിന് മധ്യത്ത് കൊണ്ടിട്ടേക്ക്. വേറെ ഒരു വാഹനങ്ങൾക്ക് ഒരു യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിവർത്തിയില്ല. ആ കണ്ടീഷനിലാണ് ഇവിടുത്തെ രാവിലത്തെ പ്രശ്നം. ഇവിടെ ഒരു 10 മിനിറ്റ് ഇവിടെ നിന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു ബസ് കൊണ്ടിടില്ല. അതിന് നിരത്തി കൊണ്ടിട്ടിരുന്ന ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയാണ് പതിവ്. പ്രൈവറ്റ് ബസ്സിന് പ്രത്യേക സ്റ്റാൻഡ് ഉണ്ടല്ലോ അല്ലേ? എന്നാലും അവരിവിടെ തന്നെ ഇടുകയുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ 86 മുതലുള്ള ഡ്രൈവർമാരാണ്. ഇത് നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. ഒരു പോർട്ട് സ്റ്റേഷനിൽ നിന്നൊക്കെ വണ്ടി വന്നാണ് ചിലപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വിട്ടു കൊടുക്കുന്നത്. ഒരു ആംബുലൻസ് വന്നാൽ പോലും പോകാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തൊരു കണ്ടീഷനാണ്. പ്രൈവറ്റുകാർ കൊണ്ടിടും, അതിൻ്റെ അപ്പുറത്തെ ട്രാൻസ്പോർട്ടുകാർ കൊണ്ടിടും. 10,000 പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ള കേസാണ്. സർക്കാർ ഇരുന്നെന്ന് പറഞ്ഞാൽ അതൊന്നും അവർ ചെയ്യില്ല, അവർ നോക്കുകയില്ല. അവർ നോക്കിയോ അവരെ മറ്റേ മന്ത്രിമാർ വല്ല വരുമ്പോഴത്തേക്കും അതിൻ്റെ പിറകെ എസ്കോർട്ട് മുമ്പ് പോകുമ്പോഴത്തേക്കും അതിൻ്റെ
ഫ്രണ്ടിൽ അവരും പോകും, അതിൻ്റെ പിറകെ അവരും പോകും. ഇങ്ങനെ കിടക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്നുള്ള അവസ്ഥ ഒന്നുമല്ല. ഇത് ആൾക്കാർ അത് പോകുന്നുണ്ട്, അത് കയറി പോകുന്നത്, അത് ആളുകൾ നടക്കുന്നതല്ലേ. ഇത് ഇവിടുത്തെ ഈ വാഹനക്കുരുക്കൽ നമുക്ക് ആദ്യം മാറ്റേണ്ടത്. ഇവിടുന്ന് അതായത് നമ്മളെ ഈ അട്ടക്കുളങ്ങര മുതൽ നമ്മൾ ഓവർ ബ്രിഡ്ജ് വരെ ഇത്തിരി പാടാണ്. ഒരു ആംബുലൻസ് ഒന്നും വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോവുകയൊന്നുമില്ല. പോകാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റൂല തന്നെ. അപ്പോൾ അതിനുള്ള ഇടമില്ല. അതിന് സർക്കാർ എന്തെങ്കിലും ഒരു സംവിധാനം പറയാനും നമ്മൾ എത്രയോ കാലം കൊണ്ട് ഈ സ്റ്റാൻഡിൽ കിടന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആരും കേൾക്കുന്നില്ല ഇതിനെപ്പറ്റി ഒരു നടപടി ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. പോലീസ് എത്രയെന്ന് പറയുന്നത് സർക്കാരിനെ ചെന്ന് പറയാൻ പറ്റുമോ? പോലീസുകാർക്ക് അവരേതായ ഡ്യൂട്ടി അവരങ്ങ് ചെയ്യും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഇവര് 1986 മുതൽ ഇവിടെ ഓട്ടോ, നമുക്കറിയാം ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങളെല്ലാം കാണുന്നത് ഈ ഓട്ടോ സ്റ്റാൻഡിലുള്ളവരാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര ഓട്ടം, പിന്നെ ഈ KSRTCക്ക് മുന്നേ പ്രൈവറ്റ് കയറാൻ ശ്രമിക്കുന്നു, അതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. എന്തായാലും ഈ ഗുരുതരമായിട്ടുള്ള പ്രശ്നം, ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ട്. അത്തരത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇവിടുത്തെ ഗതാഗത കുരുക്കും അതോടൊപ്പം തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവനെടുക്കുന്ന ഈ മത്സര ഓട്ടവും ഒക്കെ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 4 പേർ തിരുവനന്തപുരത്ത് നിന്നും 4 പേർ ഹൈക്കോടതി നൽകിയ ഹർജിയിന്മേലാണ് ഒരു അടിയന്തരമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്നത്. നഗരസഭയും പോലീസും, ട്രാഫിക് പോലീസും കേരള പോലീസും സംയുക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം. നാറ്റ്പാക്ക് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ തുടരുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി തയ്യാറായിട്ടുണ്ടല്ലോ നമ്മുടെ പക്കൽ, അതിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. അതിനുശേഷം ടിൻഡുവിലേക്ക് മടങ്ങിയെത്താം. തുടർച്ചയായി തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ അപകടങ്ങൾ പതിവാകുകയും 30ഓളം ജീവനുകൾ നഷ്ടമായ സാഹചര്യത്തിൽ കൂടിയാണ് കുരുക്കഴിക്കാൻ തലസ്ഥാനത്തെ ഒരു കൂട്ടം സ്ഥലവാസികളുടെ ശ്രമം. ഇതിനായി ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജിക്കാരായ CN സുബ്രഹ്മണ്യ ശർമ്മ, G ശിവപ്രസാദ്, G പത്മനാഭൻ, G രാമകൃഷ്ണൻ എന്നിവർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായത്. കിഴക്കേക്കോട്ടയിലെ ട്രാഫിക്കും അപകടങ്ങളും ഒഴിവാക്കാൻ 6 മാസത്തിനുള്ളിൽ വിവിധ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് കോടതി ഉത്തരവ്. ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്ന ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ മാറ്റി സ്ഥാപിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ ജൂൺ ജൂലൈയിലാണ് ഇത് കേസ് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. അപ്പോഴാണ് ഫയൽ ചെയ്തത്. നമ്മളെപ്പോഴും അതുവഴി, ഞങ്ങളെല്ലാവരും എപ്പോഴും അതുവഴി പോകുമ്പോഴും എപ്പോഴും അവിടെ ഒരു കഞ്ചഷനാണ്, ടോട്ടൽ കഞ്ചഷൻ. നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാതെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല. ബസ് 2 നിരയായിട്ട് പാർക്ക് ചെയ്യുന്നു. ആൾക്കാർ ഒരു 30ഓളം പേര് മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്, ബസ് ഇടിച്ച്. അപ്പോൾ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം. അതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്, ഇങ്ങനൊരു ഓർഡർ വാങ്ങിച്ചത്. കാൽനട യാത്രക്കാർക്കുള്ള പാത മെച്ചപ്പെടുത്തുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പൊതു താൽപര്യ ഹർജിയാണ് കോടതി തീർപ്പാക്കിയത്. കിഴക്കേക്കോട്ട പ്രദേശത്ത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും എളുപ്പത്തിലും സുരക്ഷിതമായും സഞ്ചരിക്കാൻ എസ്കലേറ്ററുകളുള്ള 3 ഫുട് ഓവർ ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നതിനായി നാറ്റ്പാക്കും തിരുവനന്തപുരം റോഡ് കോർപ്പറേഷനും സമർപ്പിച്ച നിർദ്ദേശം നടപ്പാക്കണമെന്നും ഉത്തരവുണ്ട്. വരും തലമുറയ്ക്കു കൂടി വേണ്ടി ദീർഘവീക്ഷണത്തോടെയാണ് പ്രവർത്തനത്തിന് ഇറങ്ങിയതെന്ന് ഹർജിക്കാർ പറയുന്നു. ഇത് ആക്സിഡന്റ് നടക്കുമ്പോൾ അന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എന്തെങ്കിലും ഒരു ചർച്ചയാവും, അത്രയേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഒരു ന്യൂസിലും ഒരു ഇതിലും ഒന്നും കാണുന്നില്ല. സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് കർശനമായി നടപ്പാക്കാൻ അധികൃതർ ശ്രമിക്കണമെന്നും ഹ്രസ്വകാല ദീർഘകാല നടപടികൾ നടപ്പിലാക്കണമെന്നും വകുപ്പുകൾക്ക് പൂർണ്ണമായ അഭിപ്രായ സമന്വയം ഉണ്ടാകണമെന്നും ഹർജിക്കാർ വ്യക്തമാക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടാകുന്നതായും വിമർശനമുണ്ട്. ഓരോ ആക്ടിവിറ്റീസും ഇവിടെ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഇതിന് ഉത്തരവാദി ഗവൺമെൻറ്റുകൾ തന്നെ, ഏത് ഗവൺമെൻറ് ആയിരുന്നാലും ആ ഗവൺമെൻറ് കറക്റ്റ് രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം മരണങ്ങൾ ഇവിടെ സംഭവിച്ചത്. ഇപ്പം നമ്മുടെ തന്നെ അവിടെ തന്നെ ഒരു വലിയൊരു വാക്ക് ട്രാക്ക് ചെയ്തു വച്ചിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആകുന്നില്ല. അതിപ്പം 4.5 കോടി രൂപ എടുത്ത് ഒരു പ്രൈവറ്റ് ഫേം ചെയ്തു. അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് അത് പ്രയോജനമായ രീതിയിൽ അത് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺസിന് നമ്മുടെ നിയമപാലകരും എല്ലാവരും ഉൾപ്പെട്ടവരാണ്. എന്തിനാണ് ഇത്ര സാധാരണ ജനങ്ങളെ കൊല്ലിക്കുന്നത്? അത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു അനാസ്ഥ ഞാൻ കാണുന്നുണ്ട്. അതിലെന്തെന്ന് പറഞ്ഞാൽ KSRTCയുടെ വച്ചിരിക്കുന്ന റോഡിൻ്റെ അടുത്താണ്. അതിൻ്റെ പിറകെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അത് ഒരിക്കലും ജനങ്ങൾ ഉപയോഗിക്കുന്നതേ ഇല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അത് ഇവിടുത്തെ പ്രമുഖരായ പലരുടെയും രാഷ്ട്രീയക്കാരുടെ സ്ഥലങ്ങളായി കൺകണിച്ച് അതിനകത്ത് അവർ ഉപയോഗിച്ച് പോകുന്നുണ്ട്. ഇതിന് അനന്ത എന്ന രീതിയിൽ നമ്മുടെ മുൻ കളക്ടർ ഷിബു പ്രഭാകർ ഇതിനൊരു തീരുമാനം കൊണ്ടുവന്നു. ആ സമയത്ത് ഈ KSRTCയുടെ ആ ബാക്ക് സൈഡിലേക്ക്
ഈ ബസ് സ്റ്റാൻഡ് മാറ്റാൻ അവർ ഒരുപാട് ശ്രമം നടത്തി. പക്ഷേ അദ്ദേഹത്തിന് പോലും ഒരു ബ്യൂറോക്രാറ്റിന് പോലും അത് ചെയ്ത് പൂർത്തീകരിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ല. മരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉത്തരവ് കാൽനട യാത്രക്കാർക്കുള്ള പാത മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയെന്നും കോടതി നിരീക്ഷണമുണ്ട്. ജനം, തിരുവനന്തപുരം. ഇടവേള. സിനിമാ കോൺക്ലേവിലെ പ്രസംഗത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ വനിതാ കമ്മീഷന് ലഭിച്ച പരാതിയും വിശദമായി പരിശോധിച്ച ശേഷം മാത്രം നടപടി മതിയെന്ന തീരുമാനവും എടുത്തിരിക്കുകയാണ് സർക്കാർ. പട്ടികജാതി പട്ടികവർഗ അധിക്ഷേപത്തിന് കേസെടുക്കാൻ കഴിയില്ലെന്ന നിയമോപദേശത്തിന് പിന്നാലെയാണ് വനിതാ കമ്മീഷനിലെ പരാതിയിലും പരിശോധനയ്ക്ക് ശേഷം നടപടി മതിയെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങുന്നത്. വിനീഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. വിനീഷ്. നിലവിൽ വനിതാ കമ്മീഷൻ നൽകിയ പരാതി പരിഗണിക്കണമോ എന്ന ഒരു ചർച്ചയിലാണ് സർക്കാർ. അത് തൽക്കാലത്തേക്ക് അത്തരത്തിൽ അതൊരു ധൃതി പിടിച്ചുള്ള നീക്കത്തിലേക്ക് കടക്കണ്ട എന്നതാണ് സംസ്ഥാന സർക്കാർ തീരുമാനം. നേരത്തെ തന്നെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പോലീസിൽ KPMS ഉൾപ്പെടെയുള്ള സംഘടനകൾ, വിവിധ ദളിത് സംഘടനകൾ ഇത്തരത്തിലുള്ള പരാതി നൽകിയിരുന്നു. ആ പരാതിയും പോലീസിൻ്റെ പരിഗണനയിലിരിക്കെയാണ് ഇത്തരത്തിൽ വനിതാ കമ്മീഷനിലും പരാതി വന്നത്. സർക്കാർ നിലപാട് ധൃതി പിടിച്ച് ഒരു നടപടിയിലേക്ക് കടക്കേണ്ടതില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് സദുദ്ദേശപരമായാണോ എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അതിന് പിന്നിൽ ഈ ഒരു ഗ്രാൻഡ് നൽകുന്നതിന് മുന്നോടിയായി ഇവർക്ക് കൂടുതൽ പരിശീലനം നൽകണമെന്ന ഒരു വാചകമുണ്ട് അദ്ദേഹം പ്രസംഗിച്ചതിൽ എന്നാണ് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും നിരീക്ഷണം. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ പരിശോധിച്ചുകൊണ്ട് നടപടിയിലേക്ക് കടന്നാൽ മതി. അല്ലെങ്കിൽ അതിൽ അത്തരത്തിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരെയുള്ള ഒരു നിലപാട് അതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പൂർണ്ണമായ പരിശോധനകൾക്ക് ശേഷം കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി, അല്ലെങ്കിൽ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നാണ് സർക്കാർ തീരുമാനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വനിതാ കമ്മീഷനും ധൃതി പിടിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നതിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായിരുന്നാലും പോലീസിൻ്റെ അന്വേഷണം കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഉടനെ നടപടി ആവശ്യമില്ല എന്നൊരു തരത്തിലേക്ക് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിലുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വനിതാ കമ്മീഷനിലെ നടപടിയും അതും ഒരുപക്ഷെ അടൂരിനെതിരെ ഉണ്ടാകില്ല എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി വിനീഷ്. പുത്തൻപിള്ളയുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, ശുഭദിനം നേരുന്നു. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സുമായി രോഹിണി മഹേഷ് ചേരും. നമസ്തേ.